നമ്മൾ ജിയോമെട്രിയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ജസ്റ്റ് ഒന്ന് ഞാൻ സമ്മറൈസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൽ, കഴിഞ്ഞ പ്രസന്റേഷനിൽ പറഞ്ഞതിൽ നമുക്ക് ഇന്ന് ആവശ്യം വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് നമ്മൾ ജിയോമെട്രി എന്ന് പറയുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. റൈറ്റ്, സോ ബൈ ജിയോമെട്രി വി മീൻ ദാറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റൻസ് ഫോർമുല. ജിയോമെട്രി ക്യാരക്ടറൈസ് ചെയ്യുന്ന യൂഷ്വലി ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഡിസ്റ്റൻസ് ഫോർമുല ആകുമ്പോൾ ഉദ്ദേശിക്കുന്നത് വി നീഡ് ടു ബി ഏബിൾ ടു മെഷർ ദ ഡിസ്റ്റൻസ് in terms of the coordinate differences. Okay, in terms of coordinate differences. ഓക്കെ, ഇതാണ് നമ്മൾ ജിയോമെട്രിയെ സ്പെസിഫൈ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെട്രിക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് മെട്രിക് ഉപയോഗിക്കാം. മെട്രിക് ഉണ്ടെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ മെട്രിക് ആണ് നമ്മൾ ജിയോമെട്രിയെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം പറഞ്ഞ യൂക്ലിഡിയൻ സ്പേസ് ആണ്, യൂക്ലിഡിയൻ സ്പേസ്. ഓക്കെ, യൂക്ലിഡിയൻ സ്പേസിൽ നമ്മൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ 2 പോയിന്റ്സിന്റെ ഇടയിൽ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഓക്കെ, 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് കോർഡിനേറ്റ് ഡിഫറൻസസിന്റെ ടേംസിൽ നമുക്ക് എഴുതും. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ് നമ്മൾ എഴുതുന്നത്. ഡെൽറ്റ വൈ ഇത് ഡെൽറ്റ എക്സ് ആണെങ്കിൽ, ഓക്കെ, ഈ ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ എന്നുള്ളതാണ്. ഇത് തന്നെ 3 ഡയമെൻഷനിലാണെങ്കിൽ യു ക്യാൻ യൂസ് എക്സാക്ട്ലി ദ സെയിം റീസണിംഗ് ടു സേ ഇറ്റ്സ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ പ്ലസ് ഡെൽറ്റ സെഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഫോർമുല കോർഡിനേറ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ ഡിസ്റ്റൻസ് ഫോർമുലയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ജിയോമെട്രി എന്ന് പറയുന്നത് യൂക്ലിഡിയൻ ജിയോമെട്രി ആണ്. ഇനി നമ്മൾ ഇതിനെ മെട്രിക്കിന്റെ ടേംസിൽ എഴുതി നമ്മൾ ഡി ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു, നമ്മുടെ നൊട്ടേഷൻ ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് ഡി എക്സ് ഐ ഡി എക്സ് ജെ ഡെൽറ്റ ഐ ജെ എന്ന് എഴുതി. ഡെൽറ്റ ഐ ജെ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മാട്രിക്സിന്റെ എലിമെന്റ്സ് മാത്രമാണ്. ഡെൽറ്റ ഐ ജെ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മാട്രിക്സിന്റെ എലിമെന്റ്സ് ആണ്. അതുകൊണ്ടാണ് പലയിടത്തും നമ്മളത് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതാത്തത്. ബട്ട് ഇറ്റ്സ് ദർ. Okay, so sum over I and j is implied, right? So this is called the Kronecker delta. Okay, അപ്പോൾ ഈ കോർഡിനേറ്റ് ഡിഫറൻസസ് ആണ് ഡി എക്സ് ഐ ഉം ഡി എക്സ് ജെയും. അതിന്റെ ടേംസിൽ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വേണം. ഈ ഒബ്ജക്റ്റിനാണ് മെട്രിക് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ മെട്രിക് ആണ് നമ്മുടെ ജിയോമെട്രി ക്യാരക്ടറൈസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയും. റൈറ്റ്, അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ജിയോമെട്രിയുടെ ബേസിക് ഐഡിയ. ഓക്കെ, റൈറ്റ്, അടുത്ത നമ്മൾ ചെയ്തത് സ്പേസ് ടൈം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്പേസ് ടൈം എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ സ്പേസ് ടൈം എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ്സ്, ഓക്കെ, ഈ എന്താണ് ഈ ഒരു സ്പേസ് ടൈമിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 4 എണ്ണം ഉണ്ട്. ഒന്ന് സി ടി എക്സ് വൈ ആൻഡ് സെഡ്. റൈറ്റ്, ഈ 4 എണ്ണമാണ് സ്പേസ് ടൈമിന്റെ കോർഡിനേറ്റ്സ്. അതുകൊണ്ട് ഇതൊരു 4 ഡയമെൻഷണൽ സ്പേസ് ആണെന്ന് പറയാം. വി സേ ദാറ്റ് ദിസ് ഇസ് എ 4 ഡയമെൻഷണൽ സ്പേസ്. റൈറ്റ്, അപ്പോൾ ഇതിന് ഈ സ്പേസ് ടൈമിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ജിയോമെട്രിയാണ് മിങ്കോസ്കി ജിയോമെട്രി. മിങ്കോസ്കി ജിയോമെട്രിയെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഈ ഡിസ്റ്റൻസ് ഫോർമുലയാണ്. d s square is equal to c square dt square with a minus sign here plus dx square plus dy square plus dz square. Right, ഇത് നമ്മുടെ യൂഷ്വൽ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ്, സ്പേസിലുള്ള യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ്. ഇത് സ്പേസ് ടൈമിലുള്ള ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഫോർമുലയാണ് നമ്മൾ ഇൻവേരിയന്റ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ഇൻവേരിയന്റ് ഇന്റർവെൽ. ഇപ്പോൾ ഇൻവേരിയന്റ് ഇന്റർവെൽ എന്ന് പറയാൻ കാരണം ഈ ക്വാണ്ടിറ്റി നമ്മൾ എടുത്ത് നോക്കുകയാണ്, നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാകുന്ന കാര്യം ദിസ് ഇസ് ലോറൻസ് ഇൻവേരിയന്റ്. മേക്ക് എ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, ദിസ് ക്വാണ്ടിറ്റി ഡസ് നോട്ട് ചേഞ്ച്. റൈറ്റ്, ജസ്റ്റ് ആസ് ലെങ്ത്സ് ഡു നോട്ട് ചേഞ്ച് അണ്ടർ റൊട്ടേഷൻ. നമ്മൾ യൂഷ്വൽ റൊട്ടേഷൻസ് ചെയ്യുമ്പോൾ സ്പേസിലുള്ള ലെങ്ത് ചേഞ്ച് ചെയ്യാത്ത പോലെ തന്നെ ഈ ക്വാണ്ടിറ്റി ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ചേഞ്ച് ചെയ്യില്ല. റൈറ്റ്, അപ്പോൾ അതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി പ്രോപ്പർ ടൈം എന്നുള്ള കോൺസെപ്റ്റ് ആണ്, ഇതൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. The space-time interval between two events is related to the proper time. Right? Proper time എന്നുള്ളൊരു ഐഡിയ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ പ്രോപ്പർ ടൈം എന്താണ്? നമ്മൾ പറഞ്ഞു സ്പേസ് ടൈമിലുള്ള ഇവന്റ്സിനെ, സി ടി എക്സ് സ്പേസിലുള്ള ഇവന്റ്സിനെയാണ് നമ്മൾ, അല്ലെ പോയിന്റ്സിനെയാണ് നമ്മൾ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ടൈം ബിറ്റ്വീൻ ടു ഇവന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് മെഷേഴ്സ് ദ ടൈം elapsed as seen by an observer moving on a straight path between the events. റൈറ്റ്, ഇതിന്റെ മീനിങ് എന്താണ്? അതായത് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ടൈം ഉണ്ടെന്ന് കരുതുക, സി ടി എക്സ്. ഓക്കെ, ഇവിടെ 2 ഇവന്റ്സ് ഉണ്ട്, എ ആൻഡ് ബി. ഓക്കെ, എ ബി എന്നുള്ള 2 ഇവന്റ്സ് ഉണ്ട്. റൈറ്റ്, അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ നമുക്ക് വീണ്ടും മിങ്കോസ്കി ഇത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്, മിങ്കോസ്കി മെട്രിക് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ യൂഷ്വലി എടുക്കുന്നത് ഇത് ഡെൽറ്റ എക്സ്, ഇത് സി ഡെൽറ്റ ടി ആണെങ്കിൽ ഈ ഡി സ്ക്വയർ അല്ലെങ്കിൽ നമ്മൾ ഡി എസ് സ്ക്വയർ എന്നാണ് എഴുതുന്നത്, ഡെൽറ്റ എസ് സ്ക്വയർ എന്ന് എഴുതാം. ഈ കേസിൽ ഡെൽറ്റ എസ് സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് സി സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ. നമ്മുടെ യൂഷ്വൽ പൈതഗോറസ് തിയറവും ഇത് തമ്മിൽ ഒരു മൈനസ്, ഇവിടെയുള്ള മൈനസ് സൈൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്.
ഇനി ഈ കേസിൽ നമ്മൾ വേറെ ഇനി ഇതൊരു ഈ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ വരച്ചിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഒബ്സർവറിനാണ്. ഇനി വേറെ ഒബ്സർവറിനെ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഹിസ് ട്രാവലിംഗ് ഫ്രം ഇവന്റ് എ ടു ഇവന്റ് ബി. ഇവന്റ് എയിൽ നിന്ന് ഇവന്റ് ബിയിലേക്ക് ട്രാവൽ ചെയ്യണം. അപ്പൊ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. ഇറ്റ്സ് എ പോയിന്റ് ഇൻ സ്പേസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് അയാൾ ട്രാവൽ ചെയ്യണം. ഈ ട്രാവൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഇവന്റ്സും സംഭവിക്കുന്നത് അയാളുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരേ പോയിന്റ്. സപ്പോസ് ഹി ഈസ് ഡ്രൈവിംഗ് എ കാർ ഫ്രം ദിസ് ഇവന്റ് ടു ദിസ് ഇവന്റ്. ഇവന്റിൽ നിന്ന് ഇവന്റിലേക്ക് ഒരു കാർ ഡ്രൈവ് ചെയ്യണമെന്ന്. ഇയാളുടെ കോർഡിനേറ്റ് സിസ്റ്റം, ഈ ട്രാവൽ ചെയ്യുന്ന ആളുടെ കോർഡിനേറ്റ് സിസ്റ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാറിലാണ്, ട്രെയിനിലാണ്, കാറിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം കാറിലുള്ള ഒരേ പോയിന്റിലാണ് ഈ രണ്ട് ഇവന്റ്സും നടക്കുന്നത്. അതായത് ഈ ഇവന്റ് നടന്നപ്പോൾ ഇയാൾ ഈ പോയിന്റിലുണ്ട്, ഇവന്റ് നടന്നപ്പോൾ ഇയാൾ ഈ ഇവന്റിലുണ്ട്. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത് തമ്മിലുള്ള സെപ്പറേഷൻ അല്ലെങ്കിൽ ഡി എസ് സ്ക്വയർ അല്ലെങ്കിൽ ഇൻവേരിയന്റ് ഇന്റർവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സ്വന്തം ക്ലോക്കിലെ സമയം മാത്രം മതി. കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഇവന്റ്സ് ഒരേ സമയത്ത് നടക്കുന്നുണ്ട്, ഒരേ സ്ഥലത്ത്, സ്പേസിൽ ഒരേ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഡി എക്സ് ഡി വൈ ഡി സെഡ് ഈക്വൽ ടു 0 എന്ന് എടുത്താൽ, അതായത് സ്പേഷ്യൽ സെപ്പറേഷൻ 0 ആണ്. ട്രാവലിംഗ് ആളുടെ എന്താണ് റെഫറൻസ് ഫ്രെയിമിൽ ഈ രണ്ട് ഇവന്റ്സും എക്സാക്ട്ലി ഒരേ പോയിന്റിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ സ്പേസ് സെപ്പറേഷൻ 0 ആണ്. സ്പേസ് സെപ്പറേഷൻ 0 ആണെങ്കിൽ പിന്നെ ആകെയുള്ള ടൈം സെപ്പറേഷൻ മാത്രമാണ്. സോ ഡി എസ് സ്ക്വയർ എന്ന് പറയുന്നത് ഡി എസ് സ്ക്വയർ ഡി എസ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ വരച്ചിരിക്കുന്ന ഫ്രെയിമിൽ ഇറ്റ് ഈസ് മൈനസ് സി സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ മൈനസ് ഡെൽറ്റ എക്സ് സ്ക്വയർ. പക്ഷെ ട്രാവലിംഗ് ആളെ സംബന്ധിച്ചിടത്തോളം ഡി എക്സ് 0 ആണ്. സോ ഡി എസ് സ്ക്വയർ ഇസ് മൈനസ് സി സ്ക്വയർ ഡി ടി സ്ക്വയർ. സ്പേഷ്യൽ സെപ്പറേഷൻ 0 ആണ്, കാരണം ഇയാളുടെ ഫ്രെയിമിൽ ഇത് ഒരേ പോയിന്റിലാണ് നടക്കുന്നത്. മൈനസ് സി സ്ക്വയർ ഡി ടി സ്ക്വയർ പ്ലസ് 0. അതായത് ഇത് നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഡി എസ് സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലെങ്കിൽ മൈനസ് ഡി എസ് സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത് ഡി ടി സ്ക്വയർ ആണ്. അതായത് ഈ ഇൻവേരിയന്റ് ഇന്റർവൽ എന്ന് പറയുന്നത് ആക്ച്വലി തരുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുന്ന ആളുടെ ക്ലോക്കിലെ സമയമാണ്. എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുന്ന ആളുടെ ക്ലോക്കിലെ സമയമാണ് ഈ ഇൻവേരിയന്റ് ഇന്റർവൽ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. So dt square gives you the time elapsed on the clock of the observer that travels from event A to event B. അപ്പൊ അതുകൊണ്ട് ഈ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ ടൈമിന്റെ ഡെഫിനേഷൻ ഇതാണ്. രണ്ട് ഇവന്റ്സിന്റെ ഇടയിലുള്ള പ്രോപ്പർ ടൈം ഇന്റർവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് ഒരു ഇവന്റിൽ നിന്ന് മറ്റേ ഇവന്റിലേക്ക് സഞ്ചരിക്കുന്ന ആളുടെ ക്ലോക്കിൽ കടന്നുപോയ സമയമാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇപ്പൊ നമ്മുടെ യൂഷ്വൽ സെൻസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് ഇവന്റ്സ് ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വരച്ച കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇങ്ങനെ രണ്ട് ഇവന്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഇവന്റ്സും സ്പേസിൽ ഒരേ പോയിന്റിലാണ് സംഭവിക്കുന്നത്. x1 എന്നുള്ള പോയിന്റിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ x1 എന്നുള്ള പോയിന്റിൽ, സോ വി ആർ ജസ്റ്റ് സിറ്റിംഗ് ഹിയർ. x1 എന്നുള്ള പോയിന്റിൽ സംഭവിച്ചു. ആഫ്റ്റർ സം ടൈം, അറ്റ് ദ സെയിം പോയിന്റ് സംതിങ് എൽസ് ഹാപ്പൻസ്. അറ്റ് ദ സെയിം പോയിന്റ് there is another event. ഇതാണ് രണ്ട് ഇവന്റ്സ് എയും ബിയും. ഇയാളെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് ഇയാളുടെ ക്ലോക്കിൽ കടന്നുപോയ സമയമാണ്, കാരണം എയും ബിയും തമ്മിൽ സ്പേഷ്യൽ സെപ്പറേഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഇതാണ് പ്രോപ്പർ ടൈം എന്നുള്ള കോൺസെപ്റ്റ്. ഇനി നമ്മൾ പറഞ്ഞത് സ്പേസ് ടൈം ഇൻവേരിയന്റ് എന്ന് പറയുന്നത് ലോറൻസ് ഇൻവേരിയന്റ് ആണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്പേസ് ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞ കാര്യം ലോറൻസ് ഇൻവേരിയന്റ് ആണ്. അത് ഒരു ഇനർഷ്യൽ ഫ്രെയിമിൽ നിന്ന് വേറെ ഇനർഷ്യൽ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യില്ല. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്. So the proper time between two fixed events will be the same when evaluated in an inertial frame where the observer is moving as it is in the frame where the observer is at rest. Okay, ഇതിന്റെ മീനിങ് ഇതാണ്. പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും നേരത്തെ എടുത്ത രണ്ട് ഇവന്റ്സ് എടുക്കുകയാണ്, എയും ബിയും. ഇതിന്റെ ഇടയിലുള്ള ഇൻവേരിയന്റ് ഇന്റർവൽ നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് ഡി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, നമുക്ക് ഈ ഫ്രെയിമിൽ ഇത് തമ്മിലുള്ള സ്പേഷ്യൽ സെപ്പറേഷൻ ഡെൽറ്റ എക്സ് സ്ക്വയർ ആണ്, ഡെൽറ്റ എക്സ് ആണ്. ഇത് തമ്മിലുള്ള ടെമ്പോറൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് സി ഡെൽറ്റ ടി ആണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എസ് സ്ക്വയർ, ഇവിടുത്തെ ഡെൽറ്റ എസ് സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് സി സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ആണ്. ദിസ് ഇസ് ഫൈൻ. ഇതേ കാര്യം വേറെ ആൾ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഫ്രെയിമിൽ സ്പെഷ്യൽ സെപ്പറേഷൻ 0 ആണ്. സോ ദ സെയിം തിങ് ഫോർ ഹിം. ഡെൽറ്റ എസ് ബാർ സ്ക്വയർ എന്ന് പറയുന്നത് അയാളുടെ ക്ലോക്കിൽ കടന്നുപോയ സമയം മാത്രമാണ്. സി സ്ക്വയർ ഡെൽറ്റ ടി ബാർ സ്ക്വയർ, ക്ലോക്കിൽ കടന്നുപോയ സമയം മാത്രം. അപ്പോൾ ഡെൽറ്റ എസ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ആർക്കാണ്? നമ്മൾ വരച്ച കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ആൾക്ക്. അതേസമയം ഈ ഇവന്റ്സിന്റെ ഇടയിൽ ട്രാവൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ എസ് ബാർ സ്ക്വയർ എന്ന് പറയുന്നത് ഇയാളുടെ ക്ലോക്കിൽ കടന്നുപോയ സമയമാണ്. ഇറ്റ്സ് ടൈം ഇലാപ്സ്ഡ് ഓൺ ഹിസ് ക്ലോക്ക്.
അപ്പോൾ ഇനി ഈ ക്വാണ്ടിറ്റി റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ക്വാണ്ടിറ്റി റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ടൈം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണ്. റൈറ്റ്? സോ പ്രോപ്പർ ടൈം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് ഒരു ഫ്രെയിമിൽ നിന്ന് വേറെ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന കാര്യമല്ല. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, എയുടെയും ബിയുടെയും ഇടയിലുള്ള പ്രോപ്പർ ടൈം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ അത് പലരും പല രീതിയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ഒരാൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഇവന്റ് എയും ഇവന്റ് ബിയും തമ്മിൽ ഇവന്റ് ബിയും തമ്മിൽ ഡെൽറ്റ ടി എന്നുള്ള സ്പേഷ്യൽ ടെമ്പോറൽ സെപ്പറേഷനും ഡെൽറ്റ എക്സ് എന്നുള്ള സ്പേഷ്യൽ സെപ്പറേഷൻ ഉണ്ടാവും. സോ ഹിൽ മേക്ക് ദിസ് പെർട്ടിക്കുലർ കോമ്പിനേഷൻ ആൻഡ് ഫൈൻഡ് ദ പ്രോപ്പർ ടൈം. ഓക്കെ, മൈനസ് (ds²/c² ചെയ്ത പ്രോപ്പർ ടൈം കിട്ടും. വേറെ രീതിയിൽ പ്രോപ്പർ ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ക്ലോക്കിനെ കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ക്ലോക്കിൽ ഇലാപ്സ് ചെയ്ത സമയമാണ് പ്രോപ്പർ ടൈം. ഇത് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും സെയിം ആയിരിക്കും. ദിസ് വിൽ ബി എക്സാക്ട്ലി ദ സെയിം. അപ്പോൾ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? നമ്മൾ ഇൻവേരിയന്റ് ഇന്റർവെല്ലുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നതിലൂടെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേ കാര്യം നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ നോക്കാം. അതായത് നമ്മൾ ഡി ടോ സ്ക്വയർ എന്നാണ് നമ്മൾ പ്രോപ്പർ ടൈമിനെ വിളിച്ചത്. ഡി ടോ സ്ക്വയർ മൈനസ് (ds²/c²). മൈനസ് (ds²/c²) മൈനസ് (1/c²). ds² എന്ന് പറയുന്നത് മൈനസ് (c²/dt²) പ്ലസ് നമുക്ക് dx² എന്ന് എഴുതാം. അത് കോർഡിനേറ്റ്സ് ആർ ദർ, ബട്ട് ലെറ്റ്സ് ഫോർഗെറ്റ്. ബാക്കി കോർഡിനേറ്റ്സ് എഴുതിയാൽ മാറ്റമൊന്നുമില്ല, മാത്തമാറ്റിക്സിൽ മാറ്റമില്ല. ഫോർ സിംപ്ലിസിറ്റി ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പൊ ഇവിടെ നമ്മൾ c²dt² പുറത്തെടുക്കുകയാണെന്ന് കരുതുക. c² അല്ലെ മൈനസ് (c²dt²) പുറത്തെടുക്കുക. ഇതിൽ നിന്ന് മൈനസ് (c²dt²) പുറത്തെടുക്കുക. c² ക്യാൻസൽ ചെയ്യും, ബാക്കിയുള്ള dt² ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് (c²dt²) പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ 1 വന്നു. 1 മൈനസ് ഇവിടെ 1/c² dx²/dt². ഓക്കെ, dt² പുറത്തെടുത്താണ്. dx/dt എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. ഈ രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ ട്രാവൽ ചെയ്യുന്ന ആളുടെ വെലോസിറ്റി ആണ്. സോ ഇറ്റ്സ് 1 മൈനസ് v²/c². ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടാവും. ഈ രീതിയിൽ നിങ്ങൾ ഓൾറെഡി ഇത് മുൻപ് കണ്ടിട്ടുണ്ടാവും. അതായത് ഈ രീതിയിലായിരിക്കും നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ ടി is equal to ഡെൽറ്റ ടി 0 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് v²/c². ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ ടി 0 എന്നുള്ളതിനാണ് നമ്മൾ പ്രോപ്പർ ടൈം എന്ന് വിളിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ ടി 0 is equal to ഡെൽറ്റ ടി മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് v²/c². ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇതിനെ പ്രോപ്പർ ടൈം എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഫ്രെയിമിൽ റെസ്റ്റിലുള്ള ആളുടെ ക്ലോക്കിൽ കടന്നു പോകുന്ന സമയമാണ് പ്രോപ്പർ ടൈം. ടൈം ഡൈലേഷൻ പഠിച്ച സമയത്ത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രോപ്പർ ടൈം തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്ന പ്രോപ്പർ ടൈം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എഴുതുന്നത്. dt² into 1 minus v²/c². അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദിസ് എക്സാക്ട്ലി ഓഫ് ദ ഫോം dτ. ഓക്കെ, സോ ദിസ് എക്സാക്ട്ലി ഓഫ് ദ ഫോം dτ is equal to dt. ഇത് 1 okay, ഇതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ we can take it to this side. dt or dt² is equal to 1/1 minus v²/c². okay, dt² is equal to 1/1 minus v²/c² dτ². okay, or we get this relation dt is equal to dτ divided by square root of 1 minus v²/c². okay, അത് നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ള അതേ എക്സ്പ്രഷൻ തന്നെയാണ്. നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയ കാര്യം, നിങ്ങൾ ഈ പറയുന്ന പ്രോപ്പർ ടൈം ഡെൽറ്റ ടി 0 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണ്. ഓക്കെ, dt is equal to dτ by square root of 1 minus v²/c². ഓക്കെ, അപ്പോൾ പ്രോപ്പർ ടൈം കണക്കാക്കാൻ പല രീതിയിലുണ്ട്. അപ്പോൾ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് ശരിക്കും രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്നത് പല രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നുകിൽ സ്പേഷ്യൽ സെപ്പറേഷനും ടെമ്പോറൽ സെപ്പറേഷനും ഒക്കെ എടുത്തിട്ട് അതിനെ കമ്പൈൻ ചെയ്യുക, ഇൻവേരിയന്റ് ഇന്റർവെലിന്റെ ഇക്വേഷൻ വെച്ച് കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇവന്റിൽ നിന്ന് മറ്റൊരു ഇവന്റിലേക്ക് ഒരു ക്ലോക്ക് ക്യാരി ചെയ്യുക. രണ്ട് രീതിയിൽ നമുക്ക് പ്രോപ്പർ ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ കാണുന്നത് മൈനസ് (ds²/c² ആണ് dτ². സോ ds² ഇൻവേരിയന്റ് ആണ്, c² ഇൻവേരിയന്റ് ആണ്. സോ dτ² is also relativistically invariant. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ക്ലോക്സ് എന്ന് പറയുന്നത്, നമ്മൾ ക്ലോക്കുകൾ എന്ന് പറയുന്നത് സ്പേസ് ടൈമിലെ ഓഡോമീറ്റേഴ്സ് പോലെയാണ്. ഈ ഒരു അനാലജി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ക്ലോക്സ് എന്ന് പറയുന്നത് ദീസ് ആർ ലൈക്ക് ഓഡോമീറ്റേഴ്സ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസിലെ രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് ആണ് ഓഡോമീറ്റർ. അല്ലെ, ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണെന്ന് കരുതുക. ഓക്കെ,
നമ്മുടെ കാറിലും ബൈക്കിലും ഒക്കെ ഓഡോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ എത്ര ദൂരം ട്രാവൽ ചെയ്തെന്ന് കാണിക്കുന്ന ഓഡോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എത്ര ദൂരം നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് നോക്കണമെങ്കിൽ നമ്മുടെ ഓഡോമീറ്റർ റീഡിംഗ് നോക്കിയാൽ മതി. ഓഡോമീറ്റർ റീഡിംഗ് നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ സ്പേസ് ടൈമിൽ രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. സപ്പോസ് യു ആർ ട്രാവലിംഗ്. രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ ട്രാവൽ ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ്, സ്പേസ് ടൈം ഡിസ്റ്റൻസ്, എത്ര ഇൻവേരിയന്റ് ഇന്റർവൽ ആയെന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ഒരു ക്ലോക്ക് കൊണ്ടുപോയാൽ മതി. അതായത് സ്പേസിൽ ഓഡോമീറ്റേഴ്സ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് സ്പേസ് ടൈമിൽ ക്ലോക്കുകൾ വർക്ക് ചെയ്യുന്നത്. സോ വി സീ ദ സ്പേസ് ടൈം, നമ്മൾ പറഞ്ഞ സ്പേസ് ടൈം എന്ന് പറയുന്നത് ദിസ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ്. സ്പേസ് ടൈം ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ്. സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒരു കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം. എക്സ് വൈ, ഇപ്പൊ രണ്ട് പോയിന്റ്സ് ഉണ്ട്, എ ബി. ഇത് സ്പേസിലെ രണ്ട് പോയിന്റ്സ് ആണ്, സ്പേസ് ടൈമിലെ സ്പേസിലെ രണ്ട് പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പൈത്തഗോറസ് തിയറം ഉപയോഗിക്കും. So we'll say this is delta x, this is delta y. So this is the square of this is this distance is square root of delta x square plus delta y square. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വഴിയാണ്. വേറെ വഴി എന്താണ്? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ഓഡോമീറ്റർ കൊണ്ടുപോയാൽ മതി. ജസ്റ്റ് ടേക്ക് an odometer from this point to this point. Okay, in much the same way നമുക്ക് സ്പേസ് ടൈം ആണെങ്കിൽ ഇവിടെ സി ടി, ഇവിടെ എക്സ്, ഇവിടെ രണ്ട് പോയിന്റ്സിന് നമുക്ക് രണ്ട് ഇവന്റ്സ് ആണുള്ളത്. സ്പേസിലെ രണ്ട് പോയിന്റ്സിന് പകരം സ്പേസ് ടൈമിലെ രണ്ട് ഇവന്റ്സ് ആണ് ഉള്ളത്. ഈ രണ്ട് ഇവന്റ്സിന്റെ ഇടയിലുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഒരു വഴിയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോർഡിനേറ്റ് ഡിഫറൻസസ് എടുക്കുക. നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള കോർഡിനേറ്റ് ഡിഫറൻസസ് എടുക്കുക. ദിസ് ഇസ് ഡെൽറ്റ എക്സ്, ദിസ് ഇസ് സി ഡെൽറ്റ ടി. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ എസ് സ്ക്വയർ എന്ന് പറയുന്നത് ഡെൽറ്റ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സി സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേറെ വഴിയുണ്ട്. എന്താണ്? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ക്ലോക്ക് കൊണ്ടുപോയാൽ മതി. ജസ്റ്റ് ടേക്ക് എ ക്ലോക്ക് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്. അപ്പോൾ അതിൽ കടന്നുപോയ സമയം എന്ന് പറയുന്നത് ഡി ടി ബാർ അല്ലെങ്കിൽ ഇറ്റ്സ് ഡി ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻവേരിയന്റ് ഇന്റർവൽ കാൽക്കുലേറ്റ് ചെയ്യാം. സോ സ്പേസ് ടൈം ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ് ആൻഡ് ക്ലോക്സ് ആർ ലൈക്ക് ഓഡോമീറ്റേഴ്സ്. Okay, clocks are like odometers. This is a very interesting way to say these things. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണിത്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ് ആണ്, എക്സാക്ട്ലി ലൈക്ക് സ്പേസ് അല്ല. കാരണം ഇതിന്റെ ജോമെട്രി ഡിഫറൻസ് ഉണ്ട്. എക്സാക്ട്ലി ലൈക്ക് സ്പേസ് ആയിരുന്നെങ്കിൽ ഇവിടെയും പ്ലസ് ആയനെ, ഇവിടെയും പ്ലസ് ആയനെ. പക്ഷെ ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ് എന്ന് പറയാൻ കാരണം ഈ ടൈം കോർഡിനേറ്റും സ്പേസ് അല്ലെങ്കിൽ ടൈം സെപ്പറേഷനും സ്പേസ് സെപ്പറേഷന്റെ ഇടയിൽ ഒരു റിലേറ്റീവ് മൈനസ് സൈൻ ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ് എന്ന് പറയുന്നത്. ബട്ട് സം ഓഫ് ദി ഇൻറ്റ്യൂഷൻസ്, സ്പേസിനെ കുറിച്ച് നമുക്കുള്ള ചില ഇൻറ്റ്യൂഷൻസ് നമുക്ക് സ്പേസ് ടൈമിന്റെ കേസിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്വിൻ പാരഡോക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. വിൽ ജസ്റ്റ് കണ്ടിന്യൂ ഡിസ്കഷൻ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഇനി ആവശ്യം വരുന്ന കുറച്ച് എന്താണ് ടെൻസർ ടെക്നോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടെക്നോളജി മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാത്തമാറ്റിക്സിനെ നോക്കാൻ പോവുകയാണ്. ബേസിക് ഫിസിക്കൽ കോൺസെപ്റ്റ് നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വെക്ടറിന്റെ ഡെഫിനേഷൻ നോക്കി. യൂഷ്വലി നമ്മൾ 3 വെക്ടറിന്റെ ഡെഫിനേഷൻ കണ്ടിരുന്നു. 3 വെക്ടറിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് 3 കോമ്പോണന്റ്സ് ദാറ്റ് ട്രാൻസ്ഫോം ലൈക്ക് ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ സെറ്റ്. റൊട്ടേഷൻസ് നടത്തുമ്പോൾ ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ സെറ്റ് ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിമിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതുപോലെ ചേഞ്ച് ചെയ്യുന്ന സെറ്റ് ഓഫ് കോമ്പണൻസ്, സെറ്റ് ഓഫ് 3 കോമ്പണൻസിനെയാണ് നമ്മൾ വെക്ടർ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ വെക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ കോമ്പണൻസ് റൊട്ടേഷൻസിന്റെ കീഴിൽ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നതനുസരിച്ചാണ്. ഇത് നമ്മുടെ യൂഷ്വൽ വെക്ടേഴ്സ് ആണ്. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് 4 വെക്ടറിനെ ഡിഫൈൻ ചെയ്യാം. ഇതേ രീതിയിൽ ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3 ഡയമെൻഷൻ സ്പേസിലുള്ള റിയൽ സ്പേസിലുള്ള വെക്ടേഴ്സ് ആണ്. നമുക്ക് വേണ്ട 3 വെക്ടേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് 4 വെക്ടേഴ്സും ഡിഫൈൻ ചെയ്യാം. അപ്പൊ 3 വെക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്ത് റൊട്ടേഷന്റെ കീഴിൽ അല്ലെങ്കിൽ നമ്മൾ റൊട്ടേഷൻ നടത്തുമ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കോമ്പണൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നനുസരിച്ചാണെങ്കിൽ 4 വെക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ കോമ്പണൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നനുസരിച്ചാണ്. ഇവിടെ റൊട്ടേഷൻ ആണ്, റൊട്ടേഷന്റെ ഇതാണ് നമ്മൾ ടിപ്പിക്കൽ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ ടിപ്പിക്കൽ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് എടുക്കുന്നത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. So we can define a 4 vector based on transformation properties under Lorentz transformation. ഇതിന് നമ്മൾ ആദ്യം കുറച്ച് നമ്മൾ പരിചയമുള്ള ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് കുറച്ചുകൂടെ ഒരു മാട്രിക്സ് ഫോമിൽ നമുക്ക് എഴുതാം. കാരണം നമ്മൾ റൊട്ടേഷന്റെ കേസിൽ എഴുതുമ്പോൾ റൊട്ടേഷൻ മാട്രിക്സ് ആയിട്ടാണ് എഴുതുന്നത് അല്ലേ. അതായത് എക്സ് ഐ ഇങ്ങനെയാണ് എഴുതുന്നത് തോന്നുന്നു. എക്സ് ഐ ബാർ ഇസ് ഈക്വൽ ടു ആർ ഐ ജെ എക്സ് ജെ. ഈ ആർ ഐ ജെ എന്ന് പറയുന്നത് റൊട്ടേഷൻ മാട്രിക്സ് ആയിരുന്നു. റൊട്ടേഷൻ മാട്രിക്സ് വി ആർ വെരി ഫെമിലിയർ വിത്ത്.
ഇതേ രീതിയിൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഒരു മാട്രിക്സ് ഫോമിൽ നമുക്ക് ആദ്യം എഴുതാം ആൻഡ് ദെൻ വിൽ മേക്ക് ദ ഡെഫിനിഷൻസ്. അപ്പോൾ ഇത് ഈ മാട്രിക്സ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് x0 CT എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി വരും. CT എന്നുള്ളതിനെ നമ്മൾ x0 എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇതാണ് നാല് കോർഡിനേറ്റ്സ് ആണുള്ളത്. ഒന്ന് CT, പിന്നെ x, പിന്നെ y, പിന്നെ z. പിന്നെ നമുക്ക് 4 ഡയമെൻഷണൽ സ്പേസ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ നമുക്ക് ടൈമിനെ x4 എന്ന് വിളിക്കുന്നതിനാണ് നമ്മൾ x0 എന്ന് വിളിക്കുകയാണ്. സോ നമ്മുടെ നാല് കോർഡിനേറ്റ്സ് പറയുന്നത് x0, x1, x2, x3. x1 എന്ന് പറയുന്നത് x തന്നെയാണ്, x2 എന്ന് പറയുന്നത് y ആണ്, x3 is z. ഇതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പേസ് ടൈമിന്റെ നാല് കോർഡിനേറ്റ്സ്. ഇതിൽ x0 എന്ന് പറയുന്നത് CT ആണ്. അതുപോലെ നമുക്ക് പലയിടത്തും v/c എന്നുള്ള ക്വാണ്ടിറ്റി വരും. ഇതിനൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ബീറ്റ എന്ന് വിളിക്കാം. ബീറ്റ is equal to v/c. നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഓൾറെഡി പരിചയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് എഴുതുകയാണെങ്കിൽ x bar 0, ഇതിന്റെ മീനിങ് ഇതാണ്, CT bar is equal to ഗാമ CT മൈനസ് vx/c. ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ടി ബാറിന്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ടി ബാർ ഇസ് ഈക്വൽ ടു ഗാമ ടി മൈനസ് vx/c² എന്ന് എഴുതിയിട്ടുണ്ടാവും ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഫോർ ടൈം. അപ്പോൾ CT ബാറിന്റെ ടേംസിൽ എഴുതുന്നത് നമുക്ക് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനെ ഈ പറഞ്ഞ നൊട്ടേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. x bar 0 is equal to ഗാമ x0 മൈനസ് ബീറ്റ x1, x bar 1 അതായത് x equal to ഗാമ x മൈനസ് ബീറ്റ, ആക്ച്വലി ഇറ്റ്സ് x മൈനസ് vt. അതാണ് നമ്മളുടെ x1 മൈനസ് ബീറ്റ x0 എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ y-ഉം z-ഉം ചേഞ്ച് ചെയ്യുന്നില്ല. x bar 2 is equal to x2, x bar 3 equal to x3. So you check, go back and look at the Lorentz transformation and show that we can actually write it in this form. ഈ ഫോമിലേക്ക് എഴുതാം. Just make these substitutions. അപ്പോൾ ഇതിനെ നമുക്ക് മാട്രിക്സ് ഫോമിൽ എഴുതാം. x bar 0, x bar 1, x bar 2, x bar 3 is equal to matrix gamma minus gamma beta gamma, and everything else are 0. Every other non-diagonal elements are 0, and then you have got 1 1 here. ഇത് matrix multiplication ചെയ്ത് നോക്കണം. നമുക്ക് ആദ്യത്തെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. x bar 0 is equal to gamma into x0. x bar 0 is equal to gamma x0 minus gamma beta x1. അപ്പോൾ ഗാമ നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ ഗാമ x0 മൈനസ് ബീറ്റ x1. അത് തന്നെയാണ് നമുക്ക് ഇവിടെ. ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഒരു മാട്രിക്സ് ഫോമിൽ എഴുതി. ഇപ്പോൾ ഇവിടെ നമ്മൾ റൊട്ടേഷനിൽ കാണാൻ കഴിഞ്ഞ പോലെ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നത്, റൊട്ടേഷനിൽ നമ്മൾ കണ്ടത് ഓൾഡ് കോർഡിനേറ്റ്സ്, നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പുതിയ കോർഡിനേറ്റ്സ് പറയുന്നത് പഴയ കോർഡിനേറ്റ്സിന്റെ മിക്സ്ചർ ആണ്. പുതിയ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് പഴയ എക്സിന്റെയും വൈയുടെ എല്ലാം മിക്സ് ആണ്. നമ്മൾ എക്സ് കോസ് തീറ്റ പ്ലസ് വൈ സൈൻ തീറ്റ എന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ പുതിയ ടൈം എന്ന് പറയുന്നത് പഴയ ടൈമിന്റെയും സ്പേസിന്റെയും കോമ്പിനേഷൻ ആണ്. അതുപോലെ പുതിയ സ്പേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുതിയ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പുതിയ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് പഴയ ടൈമിന്റെയും എക്സിന്റെയും വൈയുടെയും ഒക്കെ മിക്സ്ചർ ആണ് ഇൻ ജനറൽ. സോ ദേ ഗെറ്റ് മിക്സ്ഡ് അപ്പ് അണ്ടർ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. ഇതുകൊണ്ടാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സ്പേസ് ടൈമിൽ റൊട്ടേഷന് സമാനമാണെന്ന് പറയുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ റൊട്ടേഷൻ ഇൻ സ്പേസ് ടൈം. So you can think of Lorentz transformation as some kind of rotation in space time. സ്പേസിലുള്ള റൊട്ടേഷൻ പോലെ തന്നെ സ്പേസ് ടൈമിലുള്ള എന്തോ ഒരു തരം റൊട്ടേഷൻ പോലെ നമുക്ക് കണക്കാക്കാൻ കഴിയും. അറ്റ്ലീസ്റ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ എക്സാക്ട്ലി ദ സെയിം ഫോം. ഇപ്പോൾ ഇതിങ്ങനെ എപ്പോഴും മാട്രിക്സ് ആയിട്ട് എഴുതാൻ, ഇപ്പോൾ നമ്മൾ ഓരോ ഇവിടെ നമ്മൾ എടുക്കുന്ന ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് വേറെ ഇനേർഷ്യൽ ഫ്രെയിമിലേക്കുള്ളതാണ്. അതായത് വി ഹാവ് ഗോട്ട് വൺ ഫ്രെയിം ഹിയർ, അനദർ ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് ദ സ്പീഡ് v ഇൻ ദ പോസിറ്റീവ് x ഡയറക്ഷൻ. ഈ രീതിയിലുള്ള രണ്ട് ഇനേർഷ്യൽ സിസ്റ്റംസ് തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് ആണിത്. അപ്പോൾ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഇനേർഷ്യൽ ഫ്രെയിംസിനുള്ള ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. So the important thing is that there exists a Lorentz transformation matrix and you can find it. Lorentz transformation matrix ഓരോ സിറ്റുവേഷൻ നമുക്ക് കാണാം. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള Lorentz transformation matrix ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ നേരത്തെ x bar I is equal to Rij എന്ന് എഴുതിയ പോലെ തന്നെ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. x bar mu, x bar എന്ന് പറയുന്നത് പുതിയ കോർഡിനേറ്റ്സ് ആണ്. x bar mu is equal to sum over nu equal to 0 to 3. Nu equal to 0 to 3. ലാംഡ mu nu x nu. അതായത് ഇവിടെ ലാംഡ mu nu എന്ന് പറയുന്നതാണ് നമ്മുടെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ്. ഇവിടെ Rij റൊട്ടേഷൻ മാട്രിക്സ് ആണെന്ന് പറഞ്ഞ പോലെ ഇതാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ്. This is the Lorentz transformation matrix. അതുപോലെ നമ്മൾ 0 മുതൽ ഇപ്പോൾ ij നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് I runs from 1 to 3. J runs 1 to 3.
ജെയും ഐയും എടുക്കുന്ന പോസിബിൾ വാല്യൂസ് 1 2 3 ആണ്. പക്ഷെ നമ്മൾ സ്പേസ് ടൈം എടുക്കുമ്പോൾ നമ്മൾ ഒരു 0th കോർഡിനേറ്റും കൂടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് ഇൻഡിസസ് ആണ്. സോ വി സേ ദാറ്റ് മ്യൂ ന്യൂ ഗ്രീക്ക് ഇൻഡിസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ പോസിബിൾ വാല്യൂസ് 0 1 2 3. ഓക്കെ, അതായത് ഗ്രീക്ക് ഇൻഡിസസ് നമ്മൾ ഉപയോഗിക്കുന്നത് 4 കോർഡിനേറ്റ്സിന് വേണ്ടിയിട്ടാണ്. അതായത് സ്പേസ് ടൈമിലെ ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീക്ക് ഇൻഡിസസ് ഉപയോഗിക്കുന്നത്. സ്പേസിലെ ഒബ്ജക്ട്സ് മാത്രമാണെങ്കിൽ നമ്മൾ യൂഷ്വൽ ഇതിനെ ലാറ്റിൻ ഇൻഡിസസ് എന്നാണ്, ലാറ്റിൻ ഇൻഡിസസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ മ്യൂ ന്യൂ എന്നൊക്കെ കാണുകയാണെങ്കിൽ വിൽ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ന്യൂ റൺസ് ഫ്രം 0 to 3. ഓക്കെ, അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ന്യൂ ഈക്വൽ ടു 0 to 3 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ മീനിങ് എന്താണ്? ദിസ് മീൻസ് ദാറ്റ് ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് എക്സ് ബാർ 1, എക്സ് ബാർ 1 ഇസ് ഈക്വൽ ടു, ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ മ്യൂ 1 എന്നിട്ടു, അപ്പോൾ ഇവിടെ മ്യൂ 1 തന്നെയായിരിക്കും. സോ ദാറ്റ് ഇസ് ലാംഡ 1, ഓൾറൈറ്റ്. സോ സമ്മേഷൻ ഓവർ ന്യൂ ഈക്വൽ ടു 0 to 3, ന്യൂ ഈക്വൽ ടു 0 to 3 ലാംഡ 1 ന്യൂ എക്സ് ന്യൂ. ഇതാണ് ഇതിന്റെ മീനിങ്. റൈറ്റ്, ഈ ഇക്വേഷന്റെ മീനിങ് ഇതാണ്. ദിസ് എ കളക്ഷൻ ഓഫ് ഇക്വേഷൻസ്. സോ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സ് ബാർ 1 ഇസ് ഈക്വൽ ടു ലാംഡ 1 0 എക്സ് 0 പ്ലസ്, അതായത് യു ഹാവ് ടു സം ഓവർ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ന്യൂ. ന്യൂവിന്റെ എല്ലാ പോസിബിൾ വാല്യൂസിനും നമ്മൾ സം ചെയ്യണം. സോ ദിസ് ഇസ് ലാംഡ 1 0 എക്സ് 0 പ്ലസ് ലാംഡ 1 1 എക്സ് 1 പ്ലസ് ലാംഡ 1 2 എക്സ് 2 പ്ലസ് ലാംഡ 1 3 എക്സ് 3. ഓക്കെ, ഇതിനെ എക്സ് ക്യൂബ് എന്ന് വായിക്കരുത്. ദിസ് ഇസ് എക്സ് 1 എക്സ് 2 എക്സ് 3. റൈറ്റ്, ഇതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഈ ലാംഡ 1 0 1 1 ഒക്കെ എന്താണ്? നമ്മൾ ഈ ഇതിൽ നോക്കിയാൽ മതി. ഇതിന്റെ മീനിങ് ഇതാണ്. ദിസ് ഇസ് ലാംഡ 0 0, സോറി, ദിസ് ഇസ് ലാംഡ 0 0, ഇതാണ് ലാംഡ 0 1, ലാംഡ 0 2, ലാംഡ 0 3. അതുപോലെ ഇതാണ് ലാംഡ 1 0, ലാംഡ 1 1, ലാംഡ 1 2, ലാംഡ 1 3. റൈറ്റ്, അത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് ഇതാണ്. നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ലാംഡ മ്യൂ ന്യൂ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ് this are collection of components like this lambda 0 0, lambda 0 1, lambda 0 2, lambda 0 3. അതായത് ഇത് റോ ഇൻഡെക്സും മുകളിലുള്ളത് റോ ഇൻഡെക്സും താഴെയുള്ളത് കോളം ഇൻഡെക്സും ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, yes, that's correct. Okay, the first one is row index and the second one is column index. Okay, അപ്പോൾ രണ്ടാമത്തെ പറയുന്നത് എത്രാമത്തെ കോളം ആണെന്നുള്ളതാണ്. This means that it's column 0, column 1, column 2, column 3. Okay, I hope this is clear. ഇനി നമുക്ക് ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷൻ വീണ്ടും ഇൻവോക്ക് ചെയ്യാം. ഈ സമ്മേഷൻ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. വിൽ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് എക്സ് ബാർ മ്യൂ ഇസ് ഈക്വൽ ടു ലാംഡ മ്യൂ ന്യൂ എക്സ് ന്യൂ. ഓക്കെ, എക്സ് ബാർ മ്യൂ ഇസ് ഈക്വൽ ടു ലാംഡ മ്യൂ ന്യൂ എക്സ് ന്യൂ. ഓക്കെ, സമ്മേഷൻ ഓവർ ന്യൂ ഇസ് ഇംപ്ലൈഡ്. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ നേരത്തെ റൊട്ടേഷൻ ഇങ്ങനെ എഴുതിയതുപോലെ നമ്മൾ റിജിഡ് ബോഡി ഡൈനാമിക്സ് നോക്കിയപ്പോഴാണെങ്കിൽ നമ്മൾ റൊട്ടേഷൻ ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. അതായത് ഐ തിങ്ക് വി റോട്ട് ഇറ്റ് ലൈക്ക് ദിസ്, x bar I is equal to, so this notation is x bar I is equal to aij xj. I think we wrote it like that. Okay, അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ അപ്പർ ആൻഡ് ലോവർ ഇൻഡെക്സ് എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് മാത്രം. ഇവിടെ അപ്പർ ഇൻഡെക്സും ലോവർ ഇൻഡെക്സും നമ്മൾ മാറ്റി എഴുതിയെന്ന് മാത്രം. ഓക്കെ, 3 ഡയമെൻഷണൽ സ്പേസിൽ യൂക്ലിഡിയൻ ജോമെട്രി ആണെങ്കിൽ അപ്പർ ഇൻഡെക്സും ലോവർ ഇൻഡെക്സും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇറ്റ് ഗിവ്സ് എക്സാക്ട്ലി ദ സെയിം what is the same quantities, okay, same numbers. Upper index and lower index and same numbers ആണ് എടുക്കുക. പക്ഷെ നമ്മൾ ഡിഫറെന്റ് ജനറൽ ജോമെട്രീസിലേക്ക് പോകുമ്പോൾ അപ്പർ ഇൻഡെക്സും ലോവർ ഇൻഡെക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡെക്സ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നതനുസരിച്ച് യു ഗെറ്റ് ഡിഫറെന്റ് വാല്യൂസ് ഫോർ ദ കോമ്പണൻസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അപ്പർ ഇൻഡെക്സ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓൾറൈറ്റ്, വി സ്റ്റാർട്ടഡ് വിത്ത് അപ്പർ ഇൻഡിസസ്. ഇനിയാണ് ഒരു 4 വെക്ടറിന്റെ ഡെഫിനേഷൻ. നമ്മൾ 3 വെക്ടറിനെ ഡിഫൈൻ ചെയ്ത യൂഷ്വൽ വെക്ടറിനെ ഡിഫൈൻ ചെയ്താണ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് കോമ്പണൻസ് ദാറ്റ് ട്രാൻസ്ഫോം എക്സാക്ട്ലി ലൈക്ക് എക്സ് ജെ എന്ന് പറഞ്ഞു. ഓർ x1 x2 x3 xyz ട്രാൻസ്ഫോം ചെയ്യുന്ന പോലെ ട്രാൻസ്ഫോം ചെയ്യുന്ന 3 കോമ്പണൻസിനാണ് നമ്മൾ വെക്ടർ എന്ന് പറയുന്നത്. 4 വെക്ടർ എന്ന് പറഞ്ഞ ഇതാണ്. x0 x1 x2 x3 എന്ന് പറയുന്നത് എന്നീ കോമ്പണൻസ് ലോറൻസ് ട്രാൻസ്ഫോർമേഷനിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന പോലെ ഉള്ള ആ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന കളക്ഷൻ ഓഫ് 4 നമ്പേഴ്സിനാണ് നമ്മൾ ഒരു 4 വെക്ടർ എന്ന് പറയുന്നത്. Okay, so what's a 4 vector? We define a 4 vector as any set of 4 components that transform in the same manner as x0, x1, x2, x3. Okay, that is according to this equation. ഈ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന 4 കോമ്പണൻസ് തന്നെയാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷന്റെ കീഴിൽ അണ്ടർ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇതിനാണ് നമ്മളൊരു 4 വെക്ടർ എന്ന് പറയുന്നത്. So we define a 4 vector as any set of 4 components that transform in the same manner as x0, x1, x2, x3 under Lorentz transformations. Okay, I hope this is clear. അതായത് നമ്മൾ നേരത്തെ എഴുതിയത് കോർഡിനേറ്റ്സിന്റെ ടേംസിലാണെങ്കിൽ, കോർഡിനേറ്റ്സിന്റെ കേസിലാണെങ്കിൽ ഇവിടെ നമ്മൾ എഴുതുന്ന a bar mu is equal to lambda mu nu x nu, sorry, a nu. ഓക്കെ, അപ്പോൾ a bar mu എന്ന് പറയുന്നത് 4 വെക്ടറിന്റെ കോമ്പണൻസ് ആണ്.
എ ബാർ ന്യൂ എന്ന് പറയുന്നത് ഫോർ വെക്ടറിന്റെ കോമ്പണൻസ് ആണ്. നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ചാണ് അവ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 4 വെക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ ജനറൽ ടെൻസേഴ്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് ജനറൽ ടെൻസർ ട്രാൻസ്ഫോർമേഷൻ റൂളാണ്. ആ ടെൻസർ ട്രാൻസ്ഫോർമേഷൻ റൂളിന്റെ സ്പെഷ്യൽ കേസ് ആണ് ഈ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സും അതുപോലെ റൊട്ടേഷൻ മാട്രിക്സും ഒക്കെ. സോ യു മൈറ്റ് ഹാവ് ഓൾറെഡി സീൻ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടീസ്. ഓക്കെ, ടെൻസർ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ വിൽ കം ടു ദാറ്റ്. ഓക്കെ, ഇനി എക്സ് ആക്സിസിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമ്മൾ x0, x1, x2, x3 എങ്ങനെയാണോ ട്രാൻസ്ഫോം ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് എ ബാർ 0, എ ബാർ 1, എ ബാർ 2, എ ബാർ 3 അല്ലെങ്കിൽ a0, a1, a2, a3 ട്രാൻസ്ഫോം ചെയ്യുന്നത്. x0, x1, x2, x3 ട്രാൻസ്ഫോം ചെയ്യുന്ന പോലെ തന്നെയാണ് a0, a1, a2, a3 ട്രാൻസ്ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഒരു 4 വെക്ടറിന്റെ കോമ്പണൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ 4 കോമ്പണൻസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 4 വെക്ടർ എന്ന് വിളിക്കും. ഓക്കെ, ഓക്കെ, അപ്പൊ ഇനി അടുത്തത് അപ്പൊ ഇത് വീണ്ടും ഇത് ഡിഫൈൻ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. ഇവിടെ തന്നെ ആക്ച്വലി നമുക്ക് ടെൻസറിനെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഈ ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. കാരണം നമ്മുടെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ആദ്യത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഓൾ ലോസ് ഓഫ് ഫിസിക്സ് ഹാവ് ദ സെയിം ഫോം ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിം. എല്ലാ ഇനേർഷ്യൽ ഫ്രെയിമിലും ഫിസിക്സിലെ നിയമങ്ങൾക്ക് ഒരേ ഫോം ആണുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ആക്ച്വലി ഇക്വേഷൻസ് എഴുതണം. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ലോസ് ഓഫ് ഫിസിക്സിനെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻ ആണ്. ലോസ് ഓഫ് ഫിസിക്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു സ്പെസിഫിക്കേഷൻ ആണ്. ദേ ഷുഡ് ഹാവ് ദ സെയിം ഫോം അണ്ടർ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, നമ്മൾ പൊതുവെ ലോറൻസ് കോവേരിയൻസ് എന്നാണ് പറയുക. അതൊരു ഇക്വേഷന് ഇസ് കോൾഡ് ലോറൻസ് കോവേരിയൻസ്. അതായത് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഇക്വേഷന്റെ ഫോം ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതിനെ നമ്മൾ ലോറൻസ് കോവേരിയൻസ് എന്നാണ് പറയുക. ഇക്വേഷൻസ് ലോസ് ഓഫ് ഫിസിക്സ് ഹാവ് ടു ബി ലോറൻസ് കോവേരിയന്റ്. ഇപ്പൊ ലോറൻസ് കൊവേരിയന്റ് ആയിട്ട് നമ്മൾ കണ്ട ഉടനെ ലോറൻസ് കൊവേരിയന്റ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിനെ 4 വെക്ടേഴ്സിന്റെ ടേംസിൽ എഴുതിയാൽ മതി. അതായത് നമ്മുടെ ഇക്വേഷൻസിനെ 4 വെക്ടേഴ്സിന്റെ ടേംസിൽ എഴുതുകയാണെന്ന് ഉദാഹരണത്തിന് എഫ് മ്യൂ ഇസ് ഈക്വൽ ടു എ മ്യൂ എന്നുള്ള രീതിയിൽ എഴുതുകയാണെന്ന്. ഓക്കെ, ഈ 4 വെക്ടേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 3 വെക്ടേഴ്സ് എന്ന് പറയുന്ന റൊട്ടേഷനിൽ ആക്ച്വലി ഇൻവേരിയന്റ് ആണ്, കോമ്പണൻസ് ചെയ്തത്. പക്ഷേ വെക്ടർ എന്ന് പറയുന്നത് ഇൻവേരിയന്റ് ആണ്. അതേ രീതിയിൽ ഈ രണ്ട് സൈഡിലുള്ള ക്വാണ്ടിറ്റീസ് അതിന്റെ കോമ്പണൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, ബട്ട് വെക്ടർ ആസ് സച്ച് ഇസ് ഇൻവേരിയന്റ്. റൈറ്റ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഇക്വേഷൻ 4 വെക്ടറിന്റെ ടേംസിനുള്ള ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കണ്ട ഉടനെ മനസ്സിലാവും ദിസ് ഇസ് ലോറൻസ് കോവേരിയന്റ്. ദിസ് ഇസ് ലോറൻസ് കോവേരിയന്റ്. ഓക്കെ, അതായത് ന്യൂട്ടൺ ഇക്വേഷൻ പോലുള്ള ഇക്വേഷൻ എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു എം എ വെക്ടർ എന്ന് നമ്മൾ എഴുതുന്നത് ഇതേ കാരണം കൊണ്ടാണ്. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വി നോ ദാറ്റ് it has the same form under rotations, it does not change because vectors are invariant quantities. Okay, അതേപോലെ നമുക്ക് 4 വെക്ടേഴ്സിന്റെ ടേംസിൽ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ they are automatically ലോറൻസ് കോവേരിയന്റ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലോറൻസ് കോവേരിയന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മാക്സ്വെൽസ് ഇക്വേഷൻസിനെ ഒരു ലോറൻസ് കോവേരിയന്റ് അല്ലെങ്കിൽ മാനിഫെസ്റ്റ്ലി ലോറൻസ് കോവേരിയന്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. നമ്മൾ എന്താണ് മാക്സ്വെൽസ് ഇക്വേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ലോറൻസ് സിമെട്രി ഉണ്ട്. നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണെങ്കിൽ ഇക്വേഷന്റെ ഫോം ചേഞ്ച് ചെയ്യില്ല. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലോറൻസ് മാക്സ്വെൽസ് ഇക്വേഷൻ എടുത്തിട്ട് അത് ലോറൻസ് കൊവേരിയന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് നോട്ട് ഒബ്വിയസ്. നമ്മൾ ഇക്വേഷൻ നോക്കി നമ്മൾ 4 മാക്സ്വെൽസ് ഇക്വേഷൻ നോക്കി കഴിയുമ്പോൾ ഒബ്വിയസ് അല്ല ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഇക്വേഷന്റെ ഫോം ചേഞ്ച് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഒബ്വിയസ് അല്ല. യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്. ലോറൻസ് ഡിഡ് ദിസ് ആൻഡ് ഹി ഫൗണ്ട് ദീസ് തിങ്സ്. നമ്മളത് ചെയ്ത് നോക്കുന്നില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മാക്സ്വെൽസ് ഇക്വേഷൻസിനെ കാണുമ്പോൾ തന്നെ ലോറൻസ് കൊവേരിയന്റ് ആണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെയാണ് മാനിഫെസ്റ്റ്ലി ലോറൻസ് കൊവേരിയന്റ് എന്ന് പറയുന്നത്. മാനിഫെസ്റ്റ്ലി ലോറൻസ് കൊവേരിയന്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതുക എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. നമ്മൾ ചാപ്റ്ററിന്റെ അവസാനത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം മാക്സ്വെൽസ് ഇക്വേഷൻസിനെ 4 മാക്സ്വെൽസ് ഇക്വേഷൻസിനെ ഒരു മാനിഫെസ്റ്റ്ലി ലോറൻസ് കൊവേരിയന്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. അതായത് വെക്ടേഴ്സിന്റെയും ടെൻസേഴ്സിന്റെയും ടേംസിൽ 4 വെക്ടേഴ്സിന്റെയും 4 ടെൻസേഴ്സിന്റെയും ടേംസിൽ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ഇനി ഇത് ഇപ്പം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 4 ടെൻസർ എന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ടെൻസേഴ്സ് എന്നുള്ള ക്വാണ്ടിറ്റീസ് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ വെക്ടർ എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്ടർ എന്ന് പറയുന്ന ഒറ്റ ഇൻഡെക്സ് ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. എ മ്യൂ എന്ന് പറയുന്ന ഒറ്റ ഇൻഡെക്സ് ഉള്ളൂ. 4 കോമ്പണൻസ് ഉണ്ട്. ഓൾറൈറ്റ്, ഇനി ഇതുപോലെ തന്നെ വേറൊരു വെക്ടറാണ് ബി മ്യൂ. ഇതും ഒരു വെക്ടറാണ്. ഇതിന് 4 കോമ്പണൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് കോമ്പണന്റ് ഫസ്റ്റ് കോമ്പണന്റ് ആയിട്ട് കമ്പൈൻ ചെയ്യും, ഇതിന്റെ ഫസ്റ്റ് കോമ്പണന്റ് സെക്കൻഡ് കോമ്പണന്റ് ആയിട്ട് കമ്പൈൻ ചെയ്യും. ജനറലി വി ക്യാൻ കൺസിഡർ എ ടെൻസർ എ മ്യൂ ബി ന്യൂ. ഓക്കെ, എ മ്യൂ എന്ന് പറയുന്ന ഒരു 4 വെക്ടറിന്റെ കോമ്പണൻസ് ആണ്. ബി ന്യൂ എന്ന് പറയുന്ന വേറെ 4 വെക്ടറിന്റെ കോമ്പണൻസ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ വി ക്യാൻ ഇമീഡിയറ്റ്ലി കൺസ്ട്രക്ട് an object എ മ്യൂ ബി ന്യൂ. ഈ രീതിയിലുള്ള ഒബ്ജക്ട് കൺസ്ട്രക്ട് ചെയ്യാം. ഇതിനെ ഞാൻ ജസ്റ്റ് ടി മ്യൂ ന്യൂ എന്ന് വിളിക്കും. ടി മ്യൂ ന്യൂ. ഓൾറൈറ്റ്, ഈ ക്വാണ്ടിറ്റി ഒരു ടെൻസറിന് ഉദാഹരണമാണ്. This is an example for a tensor. Okay, അപ്പോൾ ടെൻസർ ട്രാൻസ്ഫോർമേഷൻ റൂൾ നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്നത്
ടി ബാർ മ്യൂ ന്യൂ. നമ്മൾ കോർഡിനേറ്റ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണെങ്കിൽ ഈ കോമ്പണൻസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എ മ്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്കറിയാം. എ മ്യൂ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ടി ബാർ, ഓക്കെ, ഐ റൈറ്റ് ഇറ്റ് ഹിയർ. ടി ബാർ മ്യൂ ന്യൂ എന്ന് പറയുന്ന ഡെഫിനേഷൻ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. എ ബാർ ന്യൂ എന്നാണ് എടുക്കുന്നത്. Okay, so this is equal to a bar mu എന്നുള്ളതിനെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. So a bar mu we can write it as lambda mu alpha a alpha. Okay, sum over alpha is implied. Okay, lambda mu alpha a alpha. അതുപോലെ a bar nu എന്ന് പറയുന്നത് നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണെങ്കിൽ a bar nu is equal to lambda nu, ഇവിടെ നമ്മൾ സമ്മേഷൻ ഇൻഡെക്സ് ആയിട്ട് ബീറ്റ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് എഴുതാം. ദിസ് ഇസ് ലാംഡ മ്യൂ ആൽഫ ലാംഡ ന്യൂ ബീറ്റ എ ആൽഫ എ ന്യൂ. ഓക്കെ, നമ്മുടെ ഡെഫിനേഷൻ തന്നെ ടി മ്യൂ ന്യൂ എന്ന് പറയുന്നത് എ മ്യൂ ബി ന്യൂ എന്നുള്ളതാണ്. സോ ദിസ് ഈക്വൽ ടു ലാംഡ മ്യൂ ആൽഫ ലാംഡ ന്യൂ ബീറ്റ ടി ആൽഫ ബി. ഓക്കെ, ടി ബാർ മ്യൂ ന്യൂ എന്ന് പറയുന്നത് ടി ബാർ മ്യൂ ന്യൂ ഇസ് ഈക്വൽ ടു ലാംഡ മ്യൂ ആൽഫ ലാംഡ ന്യൂ ബീറ്റ ടി ആൽഫ ബീറ്റ. അതായത് ഓരോ ഇൻഡെക്സിനും നമുക്കൊരു ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് വേണം. ഓരോ ഇൻഡെക്സിന് കറസ്പോണ്ട് ചെയ്തിട്ട് നമുക്കൊരു ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് വേണം. ഈ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ ഒരു സെക്കൻഡ് റാങ്ക് ടെൻസർ എന്ന് വിളിക്കുന്നു. ദിസ് ഇസ് കോൾഡ് സെക്കൻഡ് റാങ്ക് ടെൻസർ. അപ്പോൾ സെക്കൻഡ് റാങ്ക് ടെൻസറിന് ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ, ഇവിടെ ഞാൻ എ മ്യൂ എ ന്യൂ എന്നാണ് എഴുതിയത്. ബട്ട് സെക്കൻഡ് റാങ്ക് ടെൻസറിന് ഒരു ഉദാഹരണമാണ്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ എ മ്യൂ ബി ന്യൂ. ഇതൊരു എക്സാമ്പിൾ ആണ്. എല്ലാ ടെൻസറിനും ഈ ഫോമിൽ എഴുതാൻ പറ്റുന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഓക്കെ, യു കാനോട്ട് റൈറ്റ് എവറി ടെൻസർ ഇൻ ദിസ് ഫോം. അതായത് രണ്ട് വെക്ടറിനെ കമ്പൈൻ ചെയ്യുന്ന രീതിയിൽ എല്ലാ ടെൻസറിനും നമുക്ക് എഴുതാൻ കഴിയില്ല. പക്ഷേ ഇത് ടെൻസറിന് ഒരു എക്സാമ്പിൾ ആണ്. ദിസ് ആൻ എക്സാമ്പിൾ ഫോർ എ ടെൻസർ. എല്ലാ ടെൻസേഴ്സും ഈ രീതിയിലാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. സോ ടെൻസേഴ്സ്, സെക്കൻഡ് റാങ്ക് ടെൻസർ ഇസ് എൻ ഒബ്ജക്ട് വിത്ത് ടു ഇൻഡിസസ്, റൈറ്റ്, ആൻഡ് വിച്ച് ട്രാൻസ്ഫോംസ് അക്കോർഡിംഗ് ടു ദിസ് റൂൾ. ഈ റൂൾ അനുസരിച്ച് ട്രാൻസ്ഫോം ചെയ്യുന്ന രണ്ട് ഇൻഡെക്സ് ഉള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മളൊരു സെക്കൻഡ് റാങ്ക് ടെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് തേർഡ് റാങ്ക് ടെൻസറും ഫോർത്ത് റാങ്ക് ടെൻസറും ഒക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഇറ്റ്സ് ഫൈൻ. ഇതിന്റെ തന്നെ ഈ ഒരു റൂളിന്റെ തന്നെ എക്സ്റ്റൻഷൻ. നമുക്ക് സെക്കൻഡ് റാങ്ക് ടെൻസർ വരെ തൽക്കാലം മതി. ലേറ്റർ ഓൺ യു മേ ബി ഡീലിംഗ് വിത്ത് തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക് ടെൻസേഴ്സ് എക്സെട്ര. ഫോർ നൗ വി നീഡ് ഓൺലി സെക്കൻഡ് റാങ്ക് ടെൻസർ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. Alright, അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടീസിന്റെ ടേംസിലാണ് നമ്മൾ വെക്ടറിനെയും ടെൻസറിനെയും ഡിഫൈൻ ചെയ്യുന്നത്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് എൽസ്. റൈറ്റ്, നമ്മൾ ഈ രീതിയിലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിന്റെ കാരണം തന്നെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് വറി ചെയ്യേണ്ടതെന്നുള്ളത്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് എൽസ്. വാട്ട്സ് എ വെക്ടർ? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഫോർ. വാട്ട്സ് എ ഫോർ വെക്ടർ? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഫോർ numbers which transforms according to this equation. What is second rank tensor? Generally it's a collection of, these are actually 16 numbers അല്ലേ? കാരണം alpha runs from 0 to 3, beta also runs from 0 to 3. So these are a collection of 16 numbers. Okay, ഈ 16 independent ആവണമെന്നില്ല, but in general it's a collection of 16 numbers. What's the second rank tensor? It's a collection of 16 numbers which transform according to this rule. Okay, that's it. That's enough for us. Okay, all right. ഇനി നമ്മൾ യൂക്ലിഡിയൻ ജിയോമെട്രി പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഈ മിങ്കോസ്കി ജിയോമെട്രി പറഞ്ഞുതരാം. നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തത് ഞാൻ ഒന്നുകൂടെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഒരു വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ്, രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നൊട്ടേഷൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. അതായത് നമ്മൾ ഫോർ വെക്ടറിന് വെക്ടർ ഒന്നും ഉപയോഗിക്കില്ല, വെറുതെ ലെറ്റർ മാത്രം ഉപയോഗിക്കുള്ളൂ, എ ബി എന്നിങ്ങനെ. നമ്മുടെ യൂഷ്വൽ യൂക്ലിഡിയൻ 3 വെക്ടേഴ്സ് ആണെങ്കിൽ വിൽ കോൾ ദം ആസ്, നമ്മൾ അതിന്റെ നൊട്ടേഷൻ കൊടുക്കുന്നത് മുകളിലൊരു ആരോ ഇട്ടിട്ടാണ്. അപ്പോൾ മുകളിൽ ആരോ ഉണ്ടെങ്കിൽ ദീസ് ആർ ദി യൂഷ്വൽ വെക്ടേഴ്സ്, 3 വെക്ടേഴ്സ്. ഓക്കെ, 3 വെക്ടേഴ്സ്. ആരോ ഇല്ലെങ്കിൽ അത് 4 വെക്ടർ ആണ്. അപ്പോൾ 3 വെക്ടേഴ്സിന്റെ കേസ് നമ്മൾ ഇത് കണ്ടാണ്. എ ഡോട്ട് ബി എന്നുള്ളത് സ്കേലാർ പ്രോഡക്റ്റിനെ a1b1 പ്ലസ് a2b2 പ്ലസ് a3b3 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഈ സ്കേലാർ പ്രോഡക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദിസ് ഹാസ് ടു ബി അൺചേഞ്ച്ഡ്. ഓക്കെ, സ്കേലാർ പ്രോഡക്റ്റിന്റെ ഡെഫിനേഷൻ തന്നെ ഇറ്റ് ഹാസ് ടു ബി അൺചേഞ്ച്ഡ് അണ്ടർ റൊട്ടേഷൻസ്. അപ്പോൾ ഇതിനെ നമ്മൾ ക്രോണക്കർ ഡെൽറ്റയുടെ ടേംസിൽ എഴുതി. ഈ ക്വാണ്ടിറ്റിയാണ് നമ്മൾ യൂക്ലിഡിയൻ മെട്രിക് എന്ന് വിളിച്ച്. അതിന്റെ ഫോം എങ്ങനെയാണ്? ജസ്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ്. ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരിടത്ത് ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതാത്തത്. ഓക്കെ, ഇറ്റ് ഡസന്റ് മേക്ക് എനി ചേഞ്ച്. ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നത്തിങ് ചേഞ്ചസ്. ഓക്കെ, യു ഗെറ്റ് എക്സാക്ട്ലി ദ സെയിം തിങ്, ബട്ട് ഇറ്റ് ഈസ് ദർ. ഇതേ രീതിയിൽ നമുക്ക് 4 വെക്ടേഴ്സിന്റെ സ്കേലാർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യണം. 4 വെക്ടേഴ്സിന്റെ സ്കേലാർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ 4 വെക്ടേഴ്സിന്റെ സ്കേലാർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് വെക്ടേഴ്സിനെ കമ്പൈൻ ചെയ്യണം. യു ഹാവ് ടു കമ്പൈൻ ദ കോമ്പണൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദിസ് കോമ്പിനേഷൻ ഇസ് ലോറൻസ് ഇൻവേരിയന്റ്. ഓക്കെ, ഈ കോമ്പിനേഷൻ ലോറൻസ് ഇൻവേരിയന്റ് ആയിട്ടുള്ള രീതിയിൽ കമ്പൈൻ ചെയ്യണം. ഓക്കെ, ഇവിടെ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ 3 കോമ്പൗണ്ട് നമ്മൾ കമ്പൈൻ ചെയ്യണം. ഹൗ ഡു യു കമ്പൈൻ ദം? ഇൻ സച്ച് എ വേ ദാറ്റ് ഇസ് റൊട്ടേഷൻ ഇൻവേരിയന്റ്. ദ സെയിം വേ യു ഹാവ് ടു കമ്പൈൻ 4 വെക്ടേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് the combination is Lorentz invariant. അപ്പോൾ അങ്ങനെയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് -a0b0 പ്ലസ് a1b1 പ്ലസ് a2b2 പ്ലസ് a3b3 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, -a0b0 പ്ലസ് a വെക്ടർ ഡോട്ട് b വെക്ടർ. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ a1b1 പ്ലസ് a2b2 പ്ലസ് a3b3 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 വെക്ടേഴ്സിന്റെ സ്കേലാർ പ്രോഡക്റ്റ് ആണ്.
നമുക്ക് ഇങ്ങനെ എഴുതാം -a0 b0 പ്ലസ് a വെക്ടർ ഡോട്ട് b വെക്ടർ എന്ന് എഴുതാം. റൈറ്റ്? അപ്പോൾ ഇതാണ് അതായത് മിങ്കോസ്കി സ്പേസിലുള്ള സ്കേലാർ പ്രോഡക്റ്റ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് കൺസ്ട്രക്റ്റഡ് ഇൻ സച്ച് എ വേ ദിസ് ഇസ് ലോറൻസ് ഇൻവേരിയന്റ്. ഓൾറൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ ഡെൽറ്റ ഐ ജിയുടെ ടേംസിൽ എഴുതിയ പോലെ ഇവിടെ നമുക്ക് വേറൊരു ടേംസ് രീതിയിൽ എഴുതാം. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ മ്യൂ ബി ന്യൂ ജി മ്യൂ ന്യൂ. റൈറ്റ്? ഇവിടെ നമ്മൾ മിങ്കോസ്കി സ്പേസിന്റെ മെട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവിടെ നമ്മൾ യൂക്ലിഡിയൻ സ്പേസിന്റെ മെട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഇവിടെ നമ്മൾ മിങ്കോസ്കി സ്പേസിന്റെ മെട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ദിസ് ഹാസ് ടു ബി a0 b0 g00 പ്ലസ് a0 b1 g01 പ്ലസ് എക്സെട്രാ ആ രീതിയിൽ പോകണം. റൈറ്റ്? ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഈക്വേഷൻ ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഈക്വേഷൻ ആണ്. അങ്ങനെയാണ് ജി മ്യൂനുവിന്റെ കോമ്പണൻസ് എന്തായിട്ട് നമുക്ക് നോക്കാം. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ജി മ്യൂനുവിന്റെ കോമ്പണൻസ് എന്താണെന്നത് ഒരു കാര്യം നമ്മളിവിടെ കാണുന്നത്, ഇവിടെ ക്രോസ് ടേംസ് ഒന്നുമില്ല. നോ ക്രോസ് ടേംസ്. a0 എന്ന് പറയുന്നത് b0 ആയിട്ട് മാത്രമേ കമ്പൈൻ ചെയ്യുന്നുള്ളൂ. b1 ആയിട്ട് b2 ആയിട്ട് b3 ആയിട്ട് കമ്പൈൻ ചെയ്യുന്നില്ല. ഇപ്പൊ ക്രോസ് ടേംസ് ഇല്ല. ഈ കേസിലും ഇവിടെ ക്രോസ് ടേംസ് ഒന്നുമില്ല. a1 b1 a2 b2 a3 b3. ഇപ്പൊ ക്രോസ് ടേംസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു ഡയഗണൽ മാട്രിക്സ് ആണ്. അതായത് ഡയഗണൽ എലിമെന്റ്സ് മാത്രമേ നോൺ സീറോ ആയിട്ടുള്ളൂ, നോൺ ഡയഗണൽ എലിമെന്റ്സ് സീറോ ആണ്. അതേ രീതിയിൽ ജി മ്യൂനുവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. ഇതിന്റെ ഡയഗണൽ എലിമെന്റ്സ് മാത്രമാണ് നോൺ സീറോ, ഡയഗണൽ എലിമെന്റ്സ് മാത്രമാണ് നോൺ സീറോ ആയിട്ടുള്ളത്, നോൺ ഡയഗണൽ എലിമെന്റ്സ് സീറോ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, മാത്രമല്ല നമ്മൾ അതായത് നോൺ ഡയഗണൽ എലിമെന്റ്സ് സീറോ ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ക്രോസ് ടേംസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ദിസ് ഹാസ് ടു ബി ഈക്വൽ ടു a0 b0 g00 പ്ലസ് a1 b1 g11 പ്ലസ് a2 b2 g22 പ്ലസ് a3 b3 g33 ഇങ്ങനെ എഴുതാം. റൈറ്റ്? ഇവിടെ ഇതിനെ ഇതുമായിട്ട് കമ്പൈൻ ചെയ്യാണ് നമ്മൾ കാണുന്നത്. ഈ a0 b0 g00 എന്ന് പറയുന്ന മൈനസ് a0 b0 ആണ്. സോ ദിസ് മീൻസ് ദാറ്റ് g00 ഇസ് -1. g00 എന്ന് പറയുന്നത് -1 ആണ്. അതുപോലെ g11 എന്ന് പറയുന്നത് +1 ആണ്. g22 +1, g33 is +1. ഓക്കെ, നമുക്ക് ജി മ്യൂന്യൂ എന്നുള്ള മെട്രിക്കിനെ നമ്മൾ ഇങ്ങനെയാണ് സ്കേലാർ പ്രോഡക്റ്റിന്റെ ഡെഫിനേഷൻ എങ്കിൽ ദ മെട്രിക് ഷുഡ് ഹാവ് ദിസ് ഫോം -1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1. ഓക്കെ, ഇതാണ് നമ്മുടെ മിങ്കോസ്കി മെട്രിക് എന്ന് പറയുന്നത്, മിങ്കോസ്കി സ്പേസിലെ മെട്രിക്. റൈറ്റ്? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന എ ഡോട്ട് ബി എന്നുള്ളത് നമുക്ക് എ മ്യൂ ബി ന്യൂ ജി മ്യൂന്യൂ എന്ന് എഴുതാം. റൈറ്റ്? അവിടെ ജി മ്യൂന്യൂ എന്ന് പറയുന്ന മെട്രിക് -1 0 0 0 1 0 0 0 0 1 0 0 0 0 1. റൈറ്റ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മെട്രിക്കിലുള്ള ഒരു എലിമെന്റ്, ആദ്യത്തെ എലിമെന്റ് നെഗറ്റീവ് ആണ്. റൈറ്റ്? ഇതുകൊണ്ട് തന്നെ നമുക്ക് ജി മ്യൂന്യൂ എന്നുള്ള മെട്രിക്കിനെ ഒഴിവാക്കേണ്ട ഇക്വേഷൻസ് എഴുതാൻ കഴിയില്ല. പക്ഷെ നമ്മൾ യൂക്ലിഡിയൻ സ്പേസ് ആയിരുന്നെങ്കിൽ ദിസ് വുഡ് ബി +1 ആൻഡ് ഇറ്റ് വുഡ് ജസ്റ്റ് ബി ദ ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, അപ്പോൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ്? അപ്പോൾ ഇതാണ് മിങ്കോസ്കി മെട്രിക്. റൈറ്റ്? ഇനി നമ്മൾ ആർഗ്യൂ ചെയ്ത് വന്നൊരു കാര്യം ഇതാണ്, ഒരു സ്പേസിന്റെ ജോമെട്രി, ഒരു പെർട്ടിക്കുലർ സ്പേസിന്റെ ജോമെട്രി എന്താണെന്ന് പറയണമെങ്കിൽ അതിന്റെ മെട്രിക് സ്പെസിഫൈ ചെയ്താൽ മതി. റൈറ്റ്? ഇപ്പോൾ ഈ മെട്രിക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ദിസ് ആക്ച്വലി സ്പെസിഫൈസ് ദ ജോമെട്രി. കാരണം മെട്രിക് ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് റിലേഷൻ, നമ്മൾ ആദ്യം പറഞ്ഞ ഡിസ്റ്റൻസ് റിലേഷൻ ആണ് ജോമെട്രി സ്പെസിഫൈ ചെയ്യുന്നതെന്ന്, പക്ഷെ നമുക്ക് ഡിസ്റ്റൻസ് റിലേഷൻ മെട്രിക് ഉപയോഗിച്ച് എഴുതാം, ജസ്റ്റ് ആസ് വി ഡു ഹിയർ. റൈറ്റ്? ഓക്കെ, വിൽ കം ടു ദാറ്റ്. റൈറ്റ്? അപ്പോൾ ഇവിടെ നമുക്ക് ds square is equal to c square dt square plus dx square or dx1 square plus dx2 square plus dx3 സ്ക്വയർ ഇങ്ങനെ എഴുതാം അല്ലേ? അതായത് ds സ്ക്വയർ എന്നുള്ള ഇൻവേരിയന്റ് ഇന്റർവെൽ നമുക്ക് ഈ രീതിയിൽ എഴുതാം. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി -dx0 സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഇസ് dx mu dx nu g mu nu എന്ന് എഴുതാം. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് ഫോർമുല എഴുതുമ്പോഴും ഡിസ്റ്റൻസിനെ സ്പെസിഫൈ ചെയ്യുന്നതും ആക്ച്വലി മെട്രിക് തന്നെയാണ്. റൈറ്റ്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ മിങ്കോസ്കി മെട്രിക് നമ്മൾ പറഞ്ഞു, ഒരു സ്പേസിന്റെ മെട്രിക് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ക്യാരക്ടറൈസിംഗ് ദ ജിയോമെട്രി. ഇറ്റ് ടെൽസ് യു ഹൗ ടു find the distance between 2 points based on the coordinate differences. Okay, so that's the basic idea of geometry. Okay. ഇനി അടുത്ത് നമ്മൾ കാണുന്ന ആക്ച്വലി ലോവറിംഗ് ഓഫ് ഇൻഡെക്സ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതെല്ലാം നമ്മൾ പിന്നീട് ഉപയോഗിക്കാൻ പോകുന്ന മെഷീനറിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഫീൽഡ് ടെൻസർ, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ടെൻസർ എടുക്കുകയാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പോകുന്ന ടെക്നോളജിയാണ് ഞാനിവിടെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു ലിസൺ കെയർഫുള്ളി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എ ഡോട്ട് ബി എന്നുള്ളതിന് നമ്മൾ എ മ്യൂ ബി ന്യൂ ജി മ്യൂ ന്യൂ എന്ന് എഴുതി. നമ്മൾ ഈ ഒബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണ്. ഈ ഒബ്ജക്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആക്ച്വലി ന്യൂ എന്നുള്ള ഇൻഡെക്സ് സംഡ് ഓവർ ആണ്, ഇറ്റ്സ് ഗോൺ, സംഡ് ഓവർ ആൻഡ് ഗോൺ. ബാക്കിയുള്ള ഒരു ഇൻഡെക്സ്
ഒരു ലോവർ ഇൻഡെക്സ് മ്യൂ ആണ്. ഓക്കെ, ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ബി ന്യൂ ജി മ്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, ഇറ്റ്സ് എ ക്വാണ്ടിറ്റി വിത്ത് വൺ ലോവർ ഇൻഡെക്സ്. ഓക്കെ, വിത്ത് വൺ ലോവർ ഇൻഡെക്സ്, റൈറ്റ്? അപ്പൊ ഇതിനെ യു ക്യാൻ ആസ് വെൽ റൈറ്റ് ദിസ് ആസ് ബി മ്യൂ. ഈ ഒരു ലോവർ ഇൻഡെക്സ് ബാക്കിയുള്ള മ്യൂ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ബി വിത്ത് ലോവർ ഇൻഡെക്സ് മ്യൂ എന്ന് എഴുതാം. റൈറ്റ്? അപ്പോൾ എ ഡോട്ട് ബി എന്നുള്ളതിനെ നമുക്ക് എ മ്യൂ ബി മ്യൂ എന്ന് എഴുതാം. ഓക്കെ, സം ഓവർ മ്യൂസ് ഇംപ്ലൈഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബി മ്യൂവിന്റെ ഡെഫിനേഷൻ ഇതാണ്. ബി മ്യൂ ഇസ് ഈക്വൽ ടു ബി ന്യൂ ജി മ്യൂ ന്യൂ. ഇതിന്റെ മീനിങ് എന്താണ്? ബി സീറോ. ഓക്കെ, അതായത് ലോവർ ഇൻഡെക്സിൽ സീറോ ആണെങ്കിൽ ദിസ് ഈക്വൽ ടു നമ്മൾ മുകളിൽ ന്യൂ ഇടുക, മ്യൂ ആണ് നമ്മൾ ഫിക്സ് ചെയ്തത്. സോ ദിസ് ഇസ് സീറോ ന്യൂ. ബി ന്യൂ ജി സീറോ ന്യൂ. റൈറ്റ്? നമ്മൾ പറഞ്ഞു ഈ ജി മ്യൂ എന്ന് പറയുന്നത് ഡയഗണൽ മാട്രിക്സ് ആണ്. നോൺ ഡയഗണൽ എലിമെന്റ്സ് സീറോ ആണ്. അതുകൊണ്ട് ഇവിടെ സീറോ ആണെങ്കിൽ ഇവിടെയും സീറോ ആണെങ്കിൽ മാത്രമേ നോൺ സീറോ ആവുള്ളൂ. സോ ദിസ് ഈക്വൽ ടു, ഈ സമ്മേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ആക്ച്വലി ദിസ് ബി സീറോ ജി സീറോ സീറോ പ്ലസ് ബി വൺ ജി സീറോ വൺ പ്ലസ് ബി ടു ജി സീറോ ടു അങ്ങനെ പോകും. പക്ഷെ ബാക്കി ടേംസ് ഒക്കെ സീറോ ആണ്. ഇതിലുള്ള ആകെയുള്ള നോൺ സീറോ ടേം എന്ന് പറയുന്നത് ബി സീറോ ജി സീറോ സീറോ ആണ്. അപ്പൊ ജി സീറോ സീറോ എന്താണ്? ഇറ്റ് ഇസ് മൈനസ് വൺ. റൈറ്റ്? സോ യു സീ ദാറ്റ് ദിസ് ഈക്വൽ ടു മൈനസ് ബി സീറോ. അതായത് ബി വിത്ത് ലോവർ ഇൻഡെക്സ് സീറോ എന്ന് പറയുന്നത് ഇറ്റ്സ് മൈനസ് ഓഫ് ബി വിത്ത് ആൻ അപ്പർ ഇൻഡെക്സ് സീറോ. ഈ അപ്പർ ഇൻഡെക്സിലും അപ്സ്റ്റേഴ്സിലും ലോ സ്റ്റേഴ്സിലും നമ്മൾ ഇൻഡെക്സ് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, ഈ കോമ്പണന്റ് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ബാക്കി നോക്കുകയാണെങ്കിൽ ജി വൺ വൺ ജി ടു ടു ജി ത്രീ ത്രീ ഒക്കെ പ്ലസ് വൺ ആണ്. അതായത് സ്പേസ് കോമ്പണൻസ് ചേഞ്ച് ചെയ്യില്ല. സ്പേസ് കോമ്പണൻസ് അപ്പർ ഇൻഡെക്സിന്റെ ലോവർ ഇൻഡെക്സ് ആകുമ്പോൾ ചേഞ്ച് ചെയ്യില്ല. ഇറ്റ്സ് ഫൈൻ. പക്ഷെ ടൈം കോമ്പണന്റ് പറയുന്നത് വെക്ടറിന്റെ ടൈം കോമ്പണന്റ് അല്ലെങ്കിൽ സീറോത്ത് കോമ്പണന്റ് പറയുന്ന അപ്പർ ഇൻഡെക്സിൽ നിന്ന് ലോവർ ഇൻഡെക്സിലേക്ക് പോകുമ്പോൾ ചേഞ്ച് ചെയ്യും. ഗെറ്റ് എൻ എക്സ്ട്രാ മൈനസ് സൈൻ. റൈറ്റ്? ദിസ് ഇസ് നോൺ ആസ് ലോവറിംഗ് ഓഫ് ഇൻഡിസസ്. ഓക്കെ, അപ്പോൾ ഒരു വെക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അപ്പർ ഇൻഡെക്സ് വെച്ചാണ്. ഓക്കെ, റിമെമ്പർ ദാറ്റ് വെക്ടേഴ്സ് ആർ ഡിഫൈൻഡ് വിത്ത് എൻ അപ്പർ ഇൻഡെക്സ്. നമ്മൾ ആദ്യം മുതൽ എ മ്യൂ എന്നാണ് എഴുതി. ഡിഫൈൻ ദിസ് ആസ് എ വെക്ടർ. Okay, and immediately you can combine this with the metric. Okay, immediately you can combine this with the metric and get an object with the lower index. Alright? അപ്പോൾ ഈ അപ്പർ ഇൻഡെക്സ് ഉള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ലോവർ ഇൻഡെക്സ് ഉള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ കോവെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. കോവെക്ടേഴ്സ്. റൈറ്റ്? ഇതിന് പല പേരുകളുണ്ട്. അപ്പർ ഇൻഡെക്സ് ഉള്ളതിനെ നമ്മൾ കോൺട്രാവേരിയന്റ് വെക്ടർ എന്ന് പറയും. കോൺട്രാവേരിയന്റ് വെക്ടർ പല പേരുകൾ ഇത് അറിയപ്പെടുന്നുണ്ട്. കോൺട്രാവേരിയന്റ് വെക്ടർ. അതുപോലെ ഇതിനെ കോവേരിയന്റ് വെക്ടർ എന്ന് പറയും. ലോവർ ഇൻഡെക്സ് ഉള്ളതിനെ കോവേരിയന്റ് വെക്ടർ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ കോവേരിയന്റ് വെക്ടർ എന്ന് പറയുന്ന വേറെ പേരാണ് വൺ ഫോം. കോവേരിയന്റ് വെക്ടേഴ്സ് ആർ ഓൾസോ കോൾഡ് ആസ് വൺ ഫോം. ഓക്കെ, ദീസ് ആർ ജസ്റ്റ് ദ ഡിഫറെന്റ് ടെർമിനോളജീസ്. നമ്മൾ ഇതിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് പേരുകളാണ്. ഓക്കെ, ഫസ്റ്റ് ദിസ് ഇസ് ദ വെക്ടർ ആൻഡ് ദിസ് ഇസ് ദ കോവെക്ടർ. റൈറ്റ്? അപ്പോൾ ഇത് രണ്ടും ഡിഫറെന്റ് സ്പേസ്. നമുക്ക് യൂക്ലീഡിയൻ സ്പേസിലും നമ്മൾ യൂഷ്വലി 3 ഡയമെൻഷൻ സ്പേസിലും ഇതേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. റേസിംഗ് ആൻഡ് ലോവർ ഇൻഡെക്സ് ചെയ്യാം. പക്ഷെ റേസ് ചെയ്താലും ലോവർ ചെയ്താലും അവിടെ എക്സ്ട്രാ സൈൻ ഒന്നുമില്ല. കാരണം അവിടെയുള്ള മെട്രിക് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, ഇവിടെയുള്ള മെട്രിക്കിൽ ഒരു നോൺ ട്രിവിയൽ ആയിട്ടുള്ള മൈനസ് സൈൻ ഉണ്ട്. സോ അപ്പർ ഇൻഡെക്സ് ആൻഡ് ലോവർ ഇൻഡെക്സ് ക്വാണ്ടിറ്റീസ് ആർ എൻറ്റയർലി ഡിഫറെന്റ്. ഓക്കെ, സോ വി ഹാവ് ടു ബി കെയർഫുൾ വേർ വി പുട്ട് ദ ഇൻഡെക്സ്. ഇൻഡെക്സ് മുകളിലാണ് താഴെയാണ് ഇടുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് a mu with the lower index is defined as g mu nu a nu. Okay, nu is summed over and you get a quantity with the lower index. Okay, ഈ കോവെക്ടേഴ്സിന്റെ വെക്ടേഴ്സിന്റെ സ്പേസിന്റെ വെക്ടർ സ്പേസും കോവെക്ടേഴ്സിന്റെ സ്പേസിന് ഒരു ഡ്യുവൽ സ്പേസ് എന്നൊക്കെ പറയാറുണ്ട്. We call it as a dual space. Alright, അത് ആക്ച്വലി കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം ഒരു വെക്ടറിനെ നമുക്ക് ഒരു വെക്ടറായിട്ട് കമ്പൈൻ ചെയ്ത് നമ്പർ കിട്ടില്ല. You cannot combine a vector with another vector to get a number. നമുക്ക് അങ്ങനെ ആ ഓപ്പറേഷൻ അലൗഡ് അല്ല. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് സ്കേലാർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ചെയ്യുന്നത് ഒരു വെക്ടർ സ്പേസ് ഒരു വെക്ടർ എടുത്തിട്ട് അതിന്റെ ഡ്യുവൽ സ്പേസ് എന്നുള്ള അതിന്റെ കറസ്പോണ്ടിങ് വെക്ടർ എടുക്കുക. എന്നിട്ടാണ് നമ്മൾ അതിനെ കമ്പൈൻ ചെയ്യുന്നത്. സോ ദിസ് വിൽ സി this concept will be used in later on. Okay, so ഇതിനാണ് നമ്മൾ lowering of index എന്ന് പറയുന്നത്. Components a mu are called the components of a vector, also known as contravariant vector. Contravariant vector എന്നായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകുക. അതുപോലെ components of a with lower index mu are the components of a one form, also known as covariant vector or simply covector. Alright, അപ്പോൾ ഈ മിങ്കോസ്കി മെട്രിക് ഉപയോഗിച്ച് നമ്മൾ ലോവർ ചെയ്യണം. നമ്മൾ കാണുന്നത് a with lower index 0 is equal to minus of a with an upper index 0. കാരണം g00 എന്ന് പറയുന്നത് -1 ആണ്. Alright, അതുപോലെ പക്ഷെ a1 with lower index 1 is equal to a with upper index 1. അത് ചേഞ്ച് ചെയ്യുന്നില്ല. സ്പേഷ്യൽ ഇൻഡെക്സ് നമ്മൾ ലോവർ ചെയ്യുമ്പോൾ മാറ്റമൊന്നുമില്ല. സ്പേഷ്യൽ കോമ്പണൻസ് ഒരു വെക്ടറിന്റെ സ്പേഷ്യൽ കോമ്പണൻസ് എന്ന് പറയുന്നത് കോവെക്ടറിന്റെ സ്പേഷ്യൽ കോമ്പണൻസിന് ഈക്വൽ ആണ്. ബട്ട് ഫോർ ടെമ്പറൽ കോമ്പണന്റ് അല്ലെങ്കിൽ ടൈം കോമ്പണന്റിന്റെ കേസിൽ ഒരു എക്സ്ട്രാ മൈനസ് സൈൻ വരും. അപ്പോൾ നമുക്ക് സിംപ്ലി ഇങ്ങനെ എഴുതാം. ai is equal to ai, ലോവർ ഇൻഡെക്സ് i is equal to upper ഇൻഡെക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലാറ്റിൻ ഇൻഡെക്സ് നമ്മൾ ഉപയോഗിക്കുന്ന സ്പേസ് ഇൻഡെക്സിന് മാത്രമാണ്. i എന്ന് പറയുന്നത് ട്രാൻസ്ഫോം 1 to 3.
ലാറ്റിൻ ഇൻഡിസസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഫോർ സ്പേസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം a0 is equal to minus of a0 and ai is equal to plus ai does not change. ഒരു സ്പേഷ്യൽ ഇൻഡെക്സിൽ ഓവർ ചെയ്യുകയാണെങ്കിൽ there is no change. ടെമ്പോറൽ ഇൻഡെക്സിൽ ഓവർ ചെയ്യുകയാണെങ്കിൽ there is an extra minus sign. Alright. അതുപോലെ തന്നെ നമുക്ക് വൺ ഫോമിൽ നിന്ന് ഇത് വൺ ഫോം ആണ് അല്ലേ, എമി എന്ന് പറയുന്ന ഒരു വൺ ഫോം ആണ്. ഈ വൺ ഫോമിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് വെക്ടറിലേക്ക് പോവാം ബൈ an operation called raising of indices. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് കാണാം അത് raising of indices. അതായത് വൺ ഫോമിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ കോ വെക്ടറിന്റെ കോമ്പണൻസ് എന്ന് കറസ്പോണ്ടിങ് വെക്ടറിന്റെ കോമ്പണൻസിലേക്ക് പോകാം. അതിന് നമുക്ക് ജി മ്യൂനുവിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ജി മ്യൂനു എന്നുള്ള മെട്രിക് ടെൻസറിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻവേഴ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഓൾറൈറ്റ്, അത് ആവശ്യം വരുന്ന സമയത്ത് നമുക്കത് കാണാം. ഓൾറൈറ്റ്. Alright, so raising and lowering of index introduces a minus sign for the temporal index and changes nothing for the spatial indices. Okay. ഇനി അടുത്ത് ഇൻവേരിയന്റ് ഇന്റർവൽ ആസ് എ സ്കേലാർ പ്രോഡക്റ്റ് നമ്മൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഡി എ സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഡി എക്സ് മ്യൂ ഡി ജി മ്യൂനു എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡി എക്സ് മ്യൂ വിത്ത് ലോവർ ഇൻഡെക്സ്. Okay, this index has been lowered. Right? So the classification of space-time interval between two events into time-like, space-like and light-like interval can be seen as the classification of the position for vector based on scalar product with itself. So നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അല്ലേ, അതായത് ഇന്റർവെലിനെ സ്പേസ് ലൈക്ക്, ടൈം ലൈക്ക്, അതുപോലെ ലൈറ്റ് ലൈക്ക് എന്നിങ്ങനെ പറഞ്ഞു. ഈ രീതിയിൽ നമുക്ക് വെക്ടേഴ്സിനെയും ക്ലാസിഫൈ ചെയ്യാം. റൈറ്റ്, സ്പേസ് ലൈക്ക് വെക്ടർ, ടൈം ലൈക്ക് വെക്ടർ, ലൈറ്റ് ലൈക്ക് വെക്ടർ എന്ന രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. റൈറ്റ്, കാരണം നമ്മൾ ഈ എന്താണ് ഇൻവേരിയന്റ് ഇന്റർവൽ എന്നുള്ളതിനൊരു സ്കേലാർ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. അപ്പോൾ വെക്ടേഴ്സിനെ നമുക്ക് സ്കേലാർ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ a0 സ്ക്വയർ എന്ന് പറയുന്നത് എ വെക്ടർ ഡോട്ട് എ വെക്ടറിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ പറയും ദിസ് ഇസ് എ ടൈം ലൈക്ക് വെക്ടർ. അതുപോലെ a0 സ്ക്വയർ എന്ന് പറയുന്നത് എ വെക്ടർ ഡോട്ട് എ വെക്ടറിനേക്കാളും കുറവാണെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് എ സ്പേസ് ലൈക്ക് വെക്ടർ. ഇതിന്റെ മീനിങ് ഇതാണ്, ഈ സ്പേസ് കോമ്പണൻസ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. സ്പേസ് കോമ്പണൻസ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ടെമ്പോറൽ കോമ്പണന്റിനേക്കാളും കൂടുതലാണ്. ഇവിടെ ആണെങ്കിൽ ടൈം കോമ്പണന്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്റർവെല്ലിനെ ക്ലാസിഫൈ ചെയ്ത രീതിയിൽ വെക്ടേഴ്സിനെയും ഇതിന്റെ സ്കേലാർ പ്രോഡക്റ്റിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, ലൈറ്റ് ലൈക്ക് വെക്ടർ ആണെങ്കിൽ ഇതിന്റെ സ്കേലാർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഓക്കെ, ഐ തിങ്ക് ഇനി സ്പേസ് ടൈം ഡയഗ്രാം എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടെ ഉണ്ട്. ബട്ട് വി മേ നോട്ട് റിയലി നീഡ് ഇറ്റ് ആസ് വി മൂവ് ഓൺ. പക്ഷെ ഞാൻ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഫൈനൽ സെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തൽക്കാലം ഞാനത് ഒഴിവാക്കാം. ബട്ട് യു ക്യാൻ ഗോ ത്രൂ ഇറ്റ് and if you have any questions about it, it's an interesting part, and if you have any questions about it you can ask. Okay, so I think this is a good point to stop and we'll continue in the next class. Okay, അപ്പോൾ നമുക്കിനി ഇത് റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോഡൈനാമിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള കാര്യം റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിന്റെ ബേസിക് ഐഡിയ ഇതാണ്. നമുക്കറിയാം മെക്കാനിക്സിന്റെ ഇക്വേഷൻസ് ഓഫ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇൻവേരിയന്റ്. എഫ് ഈക്വൽ ടു എം എന്നുള്ള ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൽ നമുക്ക് ഇക്വേഷന്റെ ഫോം ചേഞ്ച് ചെയ്യില്ല. പക്ഷേ ലോറൻസ് കൊവേരിയന്റ് അല്ല, ലോറൻസ് കൊവേരിയൻസ് ഇല്ല. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് എല്ലാ ഫിസിക്സിലെ എല്ലാ ഇക്വേഷൻസും ലോറൻസ് കൊവേരിയന്റ് ആയിരിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ജോലി ബാക്കിയുണ്ട്. മെക്കാനിക്സിലെ ഇക്വേഷനെ ലോറൻസ് കൊവേരിയന്റ് ആയിട്ടുള്ള ഫോമിൽ എഴുതണം, അല്ലെങ്കിൽ 4 വെക്ടേഴ്സിന്റെ ടേംസിൽ എഴുതണം. നമുക്ക് മെക്കാനിക്സിലെ ഇക്വേഷനിൽ 3 വെക്ടേഴ്സിന്റെ ഫോമിലാണ്, നമുക്ക് അതിനെ 4 വെക്ടേഴ്സിന്റെ ടേംസിൽ ഒന്ന് മാറ്റി എഴുതാനുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ കണ്ട ഇക്വേഷൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ശരിയായിട്ടുള്ള ഇക്വേഷന്റെ നോൺ റിലേറ്റിവിസ്റ്റിക് അപ്രോക്സിമേഷൻ ആണ്. അതായത് വി മച്ച് ലെസ് ദാൻ സി, വെലോസിറ്റി ലൈറ്റിന്റെ സ്പീഡിനേക്കാളും വളരെ കുറഞ്ഞ സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. ബട്ട് അതിന്റെ കറക്റ്റ് ഇക്വേഷൻ എഴുതണമെങ്കിൽ നമ്മൾ ലോറൻസ് കൊവേരിയന്റ് ആയിട്ട് അതിനെ എഴുതുന്നുണ്ട്. ആ ഒരു സെക്ഷനാണ് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോഡൈനാമിക്സിൽ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ആണ്. മെക്കാനിക്സിന്റെ ഇക്വേഷനെ റിലേറ്റിവിസ്റ്റിക് നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടാനുണ്ട്. സോ വിൽ ഡിഫൈൻ ഫോർ വെലോസിറ്റി, ഫോർ മൊമെന്റം എക്സെട്ര. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് നമ്മുടെ സിലബസിലുള്ള മെയിൻ ടോപ്പിക്സിലേക്ക് കടക്കാം. മെയിൻ ടോപ്പിക്സിന് ഇത് ആവശ്യം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലതും ഡയറക്റ്റ് ആയിട്ട് ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻസ് പലതും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഫിസിക്സിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് പില്ലർ എന്ന് പറയും. മോഡേൺ ഫിസിക്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പില്ലറാണ് ഈ നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നന്നായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് മുന്നോട്ടുള്ള ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് വൺ ഓഫ് ദ
ഫൗണ്ടേഷൻസ് ഓഫ് മോഡേൺ ഫിസിക്സ്. മോഡേൺ ഫിസിക്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസിലൊന്നാണ് ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പറ്റുന്നത്ര ഡീറ്റെയിൽ ആയിട്ടും പറ്റുന്നത്ര നന്നായിട്ടും മനസ്സിലാക്കുകയും അതിന്റെ ഇക്വേഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുകയും ഇക്വേഷൻ എഴുതി മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമയം ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് നിങ്ങൾ കരുതേണ്ടതില്ല. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു വിൽ ലേൺ ലേറ്റർ ഓൺ ദാറ്റ് ദീസ് കോൺസെപ്റ്റ്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം ഈ 2 ക്ലാസ്സിലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങൾ എല്ലാം കൂടെ സമ്മറൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യമേ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗലീലിയൻ റിലേറ്റിവിറ്റി. ഇത് ഗലീലിയോ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. അദ്ദേഹം കണ്ടുപിടിച്ച കാര്യം ലോസ് ഓഫ് മെക്കാനിക്സ് ആർ ദ സെയിം അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ്. ഒരു ഫ്രെയിമിൽ നിന്ന് വേറെ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഇത് ഇനേർഷ്യൽ ഫ്രെയിം ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് പറഞ്ഞ ഒരു ക്ലാസ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് വഴി പോകുമ്പോൾ ഫിസിക്സിലെ നിയമങ്ങൾക്ക് മാറ്റമൊന്നും വരുന്നില്ല. ഗലീലിയോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് ഗലീലിയൻ റിലേറ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഗലീലിയോ ഈ ഐഡിയ മുന്നോട്ട് വെച്ചത് ഈ നമ്മുടെ ഹീലിയോസെൻട്രിക് മോഡൽ കോപ്പർനിക്കസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹീലിയോസെൻട്രിക് മോഡലിൽ ഭൂമിയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നതെന്ന് ഉള്ള ഐഡിയ ആണ്. അപ്പൊ മുഖത്തേക്ക് നമുക്ക് കാറ്റടിക്കില്ല, നമ്മൾ മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊരു ചോദ്യം വന്നു. അപ്പൊ ഈ കോപ്പർനിക്കസിന്റെ മോഡലാണ് ശരിയായിട്ടുള്ള മോഡൽ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള മോഡലിനോട് കൂടുതൽ അടുത്ത് എന്ന് ഗലീലിയോ മനസ്സിലാക്കിയപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യമാണ് ഗലീലിയൻ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ മൂവ് ചെയ്യുന്നു, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്സിലെ നിയമങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പെരിമെന്റ് വഴിയോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളത്. ഓക്കെ, ഇനി ലോറൻഷ്യൻ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള, ഇപ്പോൾ മെക്കാനിക്സിന്റെ കാലം മെക്കാനിക്സ് വളരെയധികം ഫ്ലറിഷ് ചെയ്തു. ആ സമയത്താണ് ഇലക്ട്രോഡൈനാമിക്സ് വന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഡൈനാമിക്സിന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന മാക്സ്വെൽസ് ഇക്വേഷൻ. മാക്സ്വെൽസ് ഇക്വേഷന്റെ മോഡേൺ ഫോം ആണ് നമ്മൾ കാണുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ പക്ഷേ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ സിമെട്രി ഇല്ല. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ സിമെട്രി ഇല്ല. അതായത് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണെങ്കിൽ മാക്സ്വെൽ ഇക്വേഷന്റെ ഫോം ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ദർ ഇസ് എ പ്രോബ്ലം ഹിയർ. അതായത് മെക്കാനിക്സും ഇലക്ട്രോഡൈനാമിക്സും വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 2 തരം തിയറീസ് വന്നു. ഒന്ന് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇൻവേരിയന്റ് ആണ്. അപ്പോൾ ആ സമയത്ത് മാക്സ്വെൽസ് ഇക്വേഷൻ എന്തെങ്കിലും ഈ രീതിയിലുള്ള സിമെട്രി ഉണ്ടോ എന്ന് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. എസ്പെഷ്യലി ലോറൻസ് കണ്ടുപിടിച്ചു. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണെങ്കിൽ സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, ഇഫ് യു ഡു എ സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് ടു ദ what is Maxwell's equation. Maxwell's equation ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണെങ്കിൽ അതിന്റെ ഫോം ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളത് ലോറൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് നമ്മൾ ലോറൻഷ്യൻ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോഡൈനാമിക്സ് റിമെയിൻ ദ സെയിം അണ്ടർ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, ഈ ട്രാൻസ്ഫോർമേഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ലോറൻസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയത് പിന്നീട് വന്ന ഐൻസ്റ്റൈൻ ആണ്. ഓക്കെ, ഐൻസ്റ്റൈൻ പറഞ്ഞ എന്താണ്, all laws of physics must have the same form in all inertial frames. Okay, ഇത് ഒരു ട്രൂത്ത് ആണ്. ഐൻസ്റ്റൈൻ പറഞ്ഞത് this is a postulate, there's no compromise, all laws of physics must have the same form in all inertial frames. അപ്പോൾ അവിടെ ചോദ്യം വരികയാണ്, വാട്ട് ആർ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്? ഇനേർഷ്യൽ ഫ്രെയിമിന്റെ ഇടയിലുള്ള കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താണ്? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണോ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണോ? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണെങ്കിൽ ഇലക്ട്രോഡൈനാമിക്സിന്റെ നിയമങ്ങളെ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ് ശരിയായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എങ്കിൽ മെക്കാനിക്സിന്റെ ഇക്വേഷൻസ് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇങ്ങനെ മോഡിഫൈഡ് ആയിട്ടുള്ള മെക്കാനിക്സിന്റെ ഇക്വേഷനാണ് നമ്മൾ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് എന്ന് വിളിക്കുന്നത്. ഐൻസ്റ്റൈൻ കുറച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ് ആക്ച്വലി ഇനേർഷ്യൽ ഫ്രെയിംസിന്റെ ഇടയിലുള്ള കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിന്റെ ഒരു ലോ വെലോസിറ്റി v മച്ച് ലെസ് ദാൻ c എന്നുള്ള കേസിലുള്ള ഒരു അപ്രോക്സിമേഷൻ മാത്രമാണെന്ന് ഐൻസ്റ്റൈൻ മനസ്സിലാക്കി. Alright, so Einstein's theoretical arguments led to the conclusion that Lorentz transformation equations are the correct transformation equations between inertial frames. Okay, അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഈ ലൈറ്റിന്റെ സ്പീഡിനെ ഇൻവേരിയന്റ് ആയിട്ട് നിലനിർത്തുന്ന ഇക്വേഷൻസ് ആണ്. ലൈറ്റിന്റെ സ്പീഡിന്റെ കേസിൽ എടുക്കുമ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വിൽ സീ ദാറ്റ് ഇറ്റ്സ് ഇൻവേരിയന്റ്. ഓൾറൈറ്റ്, അപ്പോൾ ഇതാണ് ആക്ച്വലി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എല്ലാ ഫിസിക്സിലെ നിയമങ്ങളും എല്ലാ ഇനേർഷ്യൽ ഫ്രെയിമിലും സെയിം ഫോം ആയിരിക്കും എന്നുള്ളത്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡ് ഇൻവേരിയന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലൈറ്റിന്റെ സ്പീഡ് ഇൻവേരിയന്റ് ആയിരിക്കണം എന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫ്രെയിംസിന്റെ ഇടയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. സോ വെൻ യു സേ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് ഇൻവേരിയന്റ് for all observers, it means that Lorentz transformation equations are the correct transformation equations between inertial frames. Okay, ഇതിന്റെ കോൺസിക്വൻസസ് ഉണ്ട്. ഒന്ന് സൈമിൾട്ടേനിറ്റി അബ്സല്യൂട്ട് അല്ല, അതുപോലെ ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡൈലേഷൻ. ഇതൊക്കെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിന്റെ കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മിങ്കോവ്സ്കി പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സ്പേസ് ടൈമിന്റെ ജോമെട്രി ടേംസിൽ മനസ്സിലാക്കാം എന്നുള്ളതാണ്. Alright, you just start with this distance relation. Right, അതായത് Minkowski said let's consider space and time together as a space time, 4-dimensional space time with coordinates c, t, x, y and z. Okay, ഇനി 4-dimensional space time കൺസിഡർ ചെയ്യുക. 4-dimensional space time ന്റെ ജോമെട്രി
കാണിക്കുന്ന ഇക്വേഷൻ ഇതാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മുഴുവൻ ഇത് ഉപയോഗിച്ചൊക്കെ മനസ്സിലാക്കാമെന്ന് മിങ്കോസ്കി പറഞ്ഞു. Alright, so this is a very elegant formulation of special theory of relativity. Okay, so you can understand all these consequences. Okay, special theory of relativity as a consequence of the underlying geometry of space-time. Space-time ന്റെ സ്ട്രക്ചറിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. Alright, അപ്പോൾ ഈ എന്താണ് ഈ ഇന്റർവെലിന്റെ സിമെട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ ഇൻവേരിയന്റ് ആയിട്ട് നിലനിർത്തുന്ന ട്രാൻസ്ഫോർമേഷൻസ് ആണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ്. Alright, so the invariant interval defines the metric of Minkowski space-time. നമ്മൾ സ്കേലാർ പ്രോഡക്റ്റ് ഉപയോഗിച്ച് മെട്രിക് ഡിഫൈൻ ചെയ്തു. The metrics tells us how to measure distances and calculate scalar products. Okay, അതുകൊണ്ട് മെട്രിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. Alright, അതുപോലെ നമ്മൾ ഫോർ വെക്ടേഴ്സ് എന്താണെന്നുണ്ട്. It's a collection of components that transform just like coordinates of space-time under Lorentz transformations. Alright, these are quantities with one upper index. In metric ഉപയോഗിച്ച് നമ്മളൊരു ക്യൂട്ട് ആയിട്ടുള്ള ഓപ്പറേഷൻ കണ്ടു. You can you can use the metric to lower the index of four vectors. Alright, objects with the lower index are called covectors or covariant vectors. And നമ്മൾ സ്പേസ് ടൈം ഡയഗ്രാംസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, ബട്ട് യു ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോൾ ലൈറ്റ് കോൺസ് എന്ന് പറയുന്നതാണ് സ്പേസ് ടൈമിലേക്ക് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. So you can have a look at the space time diagrams, and if you have any doubt you can contact me.